അപ്പൊ അവിടെയാണ് നമ്മൾ ഭാഗവതത്തിലെ ഈ ഋഷഭ ഉപദേശത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഋഷഭ ഉപദേശം ഒരച്ഛൻ മക്കൾക്ക് ഉപദേശിക്കുന്ന ഉപദേശമാണ് ഋഷഭ ഉപദേശം. അപ്പൊ ആ അച്ഛന്റെ മൂത്ത മകനായിരുന്നു ഭരതൻ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കടക്കുന്നില്ല. ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരച്ഛൻ മക്കളെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് മക്കളെ ഗൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേരക്കുട്ടികളെ അല്ലെങ്കിൽ സമൂഹത്തിനെ ഗൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആദ്യം തന്നെ വിഷൻ, ലൈഫിന്റെ ഒരു വിഷൻ പറഞ്ഞു കൊടുക്കണേ. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇതിപ്പോ നമ്മളെ വിചാരം എന്താണ്? മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനിച്ചു, ജീവിച്ചു, പഠിച്ചു, ജോലി നേടി, കല്യാണം കഴിച്ചു, രണ്ടെണ്ണമായി, പിന്നെ ആ രണ്ടെണ്ണത്തിനെ ഒരു വഴിക്കാക്കി, അതിന്റെ ഇടയിൽ നമ്മളൊരു വഴിക്കായി. ഇതാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും കൊണ്ട് നടക്കുന്നത്. ഏറെക്കുറെ പ്രായമാകുമ്പോഴേക്കും സ്പെയർ പാർട്സ് ഒന്നും നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല. പിന്നുള്ള കാശൊക്കെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ആണോ അല്ലയോ? എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യം ആരോഗ്യമുള്ള ഒരു ജീവിതം വേണോ? ശരീരത്തിന് മാത്രം മതിയോ ആരോഗ്യം? ഏതിനും വേണം, മനസ്സിനും വേണം. അപ്പൊ ആരോഗ്യമുണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ആരോഗ്യം കേവലം രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയല്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തില് നമ്മുടെ ബ്ലഡിലെല്ലാം ഓക്സിജന്റെ ലെവൽ നിലനിർത്താൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ആരോഗ്യം. അത് നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ എന്താ ക്യാൻസർ കൂടുന്നത്? കൂടുതൽ അടുപ്പ് കത്തിച്ച്, ഇന്നാണെങ്കിൽ ഗ്യാസാണ് കത്തിക്കുന്നത്. അപ്പൊ കത്തിച്ചു വരുന്ന പുക കൂടുതൽ എന്ത് കണ്ടന്റാണത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. വീടിന്റെ ജലവാതിലൊക്കെ കുറ്റിയിട്ട് അടച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശ്വസിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പൊ ബ്ലഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്തോറും ക്യാൻസർ തുടങ്ങിയുള്ള രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഓക്സിജൻ എത്തണം. വേണ്ടയോ? അതുപോലെ നമുക്കറിയാം സൂര്യന്റെ കിരണത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി. അതിനാണ് നമ്മളോട് പുലർച്ചയ്ക്ക് എങ്ങോട്ട് പോകാൻ പറഞ്ഞത്? ഒരു 6 മണിക്കാകുമ്പോഴേക്ക് ക്ഷേത്രത്തിൽ പോകണം. അത് നമ്മൾ പോവില്ല. നമുക്കതിന് സൗകര്യം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും, സൗകര്യം ഉണ്ടെങ്കിൽ പോലും പലരും, ഇപ്പൊ ഇവിടെ എത്ര വീടുകളാണ് തൊട്ടടുത്തൊക്കെ ഉള്ളവർ, എത്ര പേര് അമ്പലത്തിൽ വരുന്നവരാണ്. കാരണം അതിനൊരു വില വെച്ചിട്ടില്ല നമ്മൾ. കാരണം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ, ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ വിചാരം ഒരു തിരുമേനിക്ക് 10 രൂപ കൊടുത്താൽ ബാക്കി അദ്ദേഹം ശുപാർശ ചെയ്തോളൂ എന്നുള്ള പരിപാടിയിലാണ് ഇപ്പൊ നമ്മളിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തിയായിട്ട് നമ്മൾ കൊണ്ടു നടന്നു. ഒരു ബ്രൈബ് ഭക്തിയാണത്. എന്താണ്? അതായത് ദൈവത്തിന് കുറച്ച് തിരുമേനിക്ക് കാശ് കൊടുക്കുക, എന്നിട്ട് ദൈവത്തിനോട് ശുപാർശ ചെയ്യുക. സത്യമാണോ അല്ലയോ? ആണോ അല്ലയോ? ഇപ്പൊ നിങ്ങൾ മക്കളോടൊന്നും അമ്പലത്തിൽ വരാൻ പറയില്ല, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനസ്സിലായില്ലേ? ഈ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഭഗവാൻ ആർക്കെങ്കിലും വേണ്ടി? പറയൂ നിങ്ങൾ. എവിടെയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഭഗവാൻ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, അവനവന് വേണ്ടി അവനവൻ പ്രവർത്തിക്കാനാണ് പറഞ്ഞത്. ഉദ്ധരേത് ആത്മനാത്മാനം. അവനവനെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം വേറെ ആൾക്കല്ല ഏൽപ്പിച്ചു കൊടുത്തത്. അവനവനെ ഉയർത്തേണ്ടത് ആരാണ്? ഗീതയിൽ 6-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകം എടുത്ത് നോക്കുക. ഒന്നും പഠിക്കില്ല നമ്മള്. ഗീതയൊക്കെ പഠിച്ചാലല്ലേ ചിലപ്പോൾ വിവരം ഉണ്ടാവുള്ളൂ. അതിന് ഗീതയൊന്നും പഠിച്ചിട്ടുമില്ല. അപ്പൊ ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മളെ ഉയർത്തേണ്ടത് ദൈവമല്ല, നമ്മളെ ഉയർത്തേണ്ടത് വേറെ ആളല്ല, നമ്മളെ ഉയർത്തേണ്ടത്, പറയൂ, അതുതന്നെയാണ് മെഡിക്കൽ ഡോക്ടേഴ്സും പറയുന്നത്. നിങ്ങൾക്ക് ആരോഗ്യം വേണോ? രാവിലെ എണീറ്റ് നടക്കാനല്ലേ പറയണത്? ആണോ അല്ലയോ? ഉച്ചയ്ക്ക് 12 മണിക്കാണോ നടക്കാൻ പറയുന്നത്? കാലത്ത് എണീറ്റാണോ നടക്കാൻ പറയുന്നത്? എന്താണെന്നും ഇടാത്ത നിങ്ങള്. ഇപ്പൊ ഷുഗറിന്റെ പ്രശ്നമുണ്ട്, കിഡ്നിയുടെ പ്രശ്നമുണ്ട്, പലർക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താ ഡോക്ടേഴ്സ് പറയാ? നടത്തമാണ് ഇതിനുള്ളൊരു മരുന്ന്, വേറൊരു മരുന്നുമില്ല. കാരണം നടക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലെവൽ കൂടും. അത് അമ്പലത്തിൽ വന്ന് പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ കുറെ കൂടി കൂടും. കാരണം അമ്പലത്തിലാണെങ്കിൽ ഏതുണ്ട്? ആലുവൃക്ഷമുണ്ട്. അപ്പൊ കാലത്ത് എണീറ്റ് ഒരു 6 മണിയാകുമ്പോഴേക്കും എവിടെ വരണം? അമ്പലത്തിൽ വരണം, ശീലിക്കണം. അല്ലാതെ വേറെന്താ വഴി? അല്ലെങ്കിൽ ക്യാൻസർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി RCCയിലോ ചിത്രയിലൊക്കെ കൊണ്ടുപോയി കാശ് കുറെ കൊടുക്കാം. റേഡിയേഷനോ അല്ലെങ്കിൽ കിമോ എന്താ വെച്ചാൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. ആര് വരുത്തി വെച്ചു? ആര് വരുത്തി വെക്കണോ? രോഗങ്ങളല്ല വാസ്തവത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. രോഗത്തെ പ്രതിരോധിക്കാൻ ശരീരത്തിനെ നമ്മൾ തയ്യാറാക്കുന്നില്ല. ഇപ്പൊ നമുക്ക് കാലാവസ്ഥ വരുന്നു. കാലാവസ്ഥ വരുമ്പോൾ നമ്മൾ കുട കയ്യിൽ വെക്കുക എന്നുള്ളതല്ലേ നിവൃത്തിയുള്ളൂ. മഴ വരുന്നു, അതിനിപ്പോ എന്താ ഒരു പ്രതിവിധി? പറയൂ. കുട കയ്യിൽ വെക്കുക എന്നുള്ളത്. ഇതുപോലെ പല രോഗാണുക്കളും അന്തരീക്ഷത്തിലുണ്ട്. ഉണ്ടോ? പറയൂ. അവിടെ എവിടെയാണത് കയറി പിടിക്കുക? എപ്പോഴാണത് കയറി പിടിക്കുക? എങ്ങനെയുള്ള ശരീരത്തിലാണ് കയറി പിടിക്കുക? ആരോഗ്യമുള്ളതിലാണോ ആരോഗ്യമില്ലാത്തതിലാണോ? അപ്പൊ നമ്മളിപ്പോ ഈ രോഗാണുക്കൾക്ക് പിടിക്കാൻ പറ്റുന്നൊരു ശരീരം ഉണ്ടാക്കി വെക്കല്ലേ? ആണോ അല്ലയോ? എന്താ നിങ്ങൾ പറയാത്തത്? ആണോ അല്ലയോ? എന്നിട്ട് നമ്മൾ തിരുമേനിയോട് പറഞ്ഞ 10 രൂപ കൊടുത്താൽ ദൈവം രക്ഷപ്പെടുത്തുമോ നിങ്ങളെ? എന്താ മിണ്ടാത്തത് നിങ്ങള്? ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ വേറൊരാളെ? ഉറക്കെ പറയൂ നിങ്ങൾ. ഉറപ്പാണ്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതും ഉറപ്പില്ലേ നിങ്ങൾക്ക്? ഒരാൾക്കും വേറൊരാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഉള്ള സത്യമാണത്. അവനവനെ രക്ഷപ്പെടുത്താൻ
അങ്ങനെയാണെങ്കിൽ നോക്കൂ, ദൈവങ്ങൾ വിചാരിച്ചാൽ ഈ ലോകം നന്നാകുമായിരുന്നു. ഈ കോവിഡ് കാലത്ത് അമ്പലങ്ങളിൽ പോലും ആൾക്കാർക്ക് പോകാൻ പറ്റിയില്ല. ഗുരുവായൂർ അമ്പലത്തിൽ എത്ര തിരക്കുള്ള സ്ഥലമാണ്, ശബരിമല എത്ര തിരക്കുള്ള, ആരുമില്ലാത്തൊരു സമയമായിരുന്നു. ആണോ അല്ലയോ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ആ സമയത്ത് ശബരിമല മേൽശാന്തി. അദ്ദേഹം പറയാണ്, സ്വാമിജി ഇവിടെ വരും, ഇവിടെ വേണമെങ്കിൽ ഓടിച്ചാടി നടത്തും, എന്ത് വേണമെങ്കിൽ ഭജനയോ വിഷ്ണു സഹസ്രം എന്ത് വേണം ചെയ്യാന്ന്. കാരണം ഇതിന്റെ ഉള്ളിൽ ആരുമില്ല. ശബരിമല 18-ാം പടിയുടെ മുകളിൽ ഒരു മനുഷ്യൻ വേണ്ടേ? അദ്ദേഹം 2-3 സ്റ്റാഫും ഉണ്ട്. ഒരു 6-7 മാസം അങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോ പറയുന്നത്, കോവിഡ് വന്നാൽ ദൈവങ്ങൾക്ക് പോലും നമ്മളെ രക്ഷപ്പെടുത്തും. അതിന് വാക്സിനേഷൻ വേണ്ടി വന്നോ? ഇതൊന്നും വേണ്ടാത്ത നിങ്ങളുടെ. അപ്പൊ അതുകൊണ്ട് അന്ധഭക്തി മാറ്റണം. എന്താ അന്ധഭക്തി? പ്രാർത്ഥിച്ചാൽ മാറ്റമുണ്ടാക്കാം. പ്രാർത്ഥനയല്ല, നമുക്ക് സാധന എന്നാണ് വാക്ക്. എന്താണ്? ഹിന്ദുക്കൾക്ക് പ്രാർത്ഥനയില്ല, അതൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും വന്നാണ്. അവർക്കാണ് സൺഡേ പ്രെയർ. നമുക്ക് പ്രെയർ എന്നുള്ളൊരു വാക്കില്ല, നമുക്കുള്ളത് സാധന എന്നാണ്. എന്താണ്? ഭഗവാൻ തന്നെ സാധകന്മാരെന്നാണ് വിളിക്കുക. ഭക്തനൊരു സാധകനാണ്. ആരാണ്? എന്താ സാധന എന്ന് പറഞ്ഞാൽ? സാധന ചെയ്യുന്നവരെയാണ്. അതുകൊണ്ടാണ് പാട്ട് പഠിക്കുന്നവരെ സാധകം ചെയ്യുക എന്നുള്ളൊരു വാക്ക്. അങ്ങനെയല്ലേ വന്നത്? ആണോ? അപ്പൊ നിരന്തര പരിശീലനമാണ്. എന്താണത്? പ്രാർത്ഥനയല്ല, നമുക്കുള്ളത് പരിശീലനമാണ്. പറയൂ. അപ്പൊ രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം? അത് പറയുമ്പോൾ മിണ്ടില്ലേ നിങ്ങള്? രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം? കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴേക്കും എങ്ങോട്ട് പോകണം? അമ്പലങ്ങളിൽ പോയി പ്രദക്ഷിണം വെക്കണം. എന്തിനാ പ്രദക്ഷിണം വെക്കണം? അത്രയും നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കൂടും. അതല്ല, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പം അന്തരീക്ഷത്തിൽ വൈറ്റമിൻ ഡി വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കൂടും. അപ്പൊ പല രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ അതല്ലേ വഴി. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്നിട്ടെന്തേ ഹിന്ദുക്കളെ നന്നാവാത്തത്? ഹിന്ദുക്കളെ ആർക്കാ നന്നാക്കാൻ പറ്റുക? പറയൂ നിങ്ങൾ. 10-11 മണിക്ക് അമ്പലത്തിൽ പോയി തൊഴുത്തിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണെന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലേ? രാവിലെ ഇഡ്ഡലിയും സാമ്പാറും വയറ് നിറ കഴിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ രാവിലെ നമ്മൾ വെറും വയറ്റിൽ പോണം. പണ്ട് കാലത്ത് കുളിച്ച് ഈറനെടുത്ത് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആണോ? ഉണ്ടായിരുന്നോ ഇല്ലയോ? അത് ഈ ഹെർണിയ പോലുള്ള രോഗങ്ങൾക്കൊരു വലിയ പ്രതിരോധമാണെന്ന് പറഞ്ഞത്. ഈ വയറ്, ഈ നനഞ്ഞ ഈറൻ തുണിയുണ്ടല്ലോ ഉടുത്തു പോകുന്നത്, അതൊക്കെ ഒരു രോഗചികിത്സകളായിരുന്നു എന്നാണ്. അതുപോലെ സ്ത്രീകൾക്ക് യൂട്രസ്, അതിനെ താങ്ങി നിർത്തുക, അല്ലെങ്കിൽ അത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെടുത്ത് മാറ്റേണ്ടി വരും. ഇപ്പൊ പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ, അമ്മമാരൊക്കെ കുളിച്ചെങ്ങനെയാ പോവാ? ഈറനെടുത്തിട്ടല്ലേ പോവാ? വലിച്ചു മുറുക്കി അങ്ങനെ അരയിലങ്ങനെ കെട്ടിപ്പോ. അതുകൊണ്ട് ഒരുവിധം രോഗങ്ങളൊന്നും അന്നുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ആരോഗ്യ ലക്ഷണം അതായിരുന്നു. ആണോ? ഇന്നുള്ള ആരോഗ്യം ഉണ്ടാക്കുന്ന ഫുഡ് പോലും അന്നുണ്ടോ? ഈ കഞ്ഞിയും ചമ്മന്തിയും കഞ്ഞിയും ചോറും അല്ലാതെ വേറെ എന്താ ഉണ്ടായിരുന്നത്? എന്നിട്ടും അവര് ആരോഗ്യമുള്ളവർ. അവരൊക്കെ പറയൂ, 10-12 പ്രസവിച്ച ആൾക്കാരെ കണ്ടില്ലേ? വീട്ടില് ദാരിദ്ര്യം പണത്തിനായിരുന്നു, പ്രസവത്തിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അന്ന് മത്സരമായിരുന്നു. അപ്പുറത്തെ മീനാക്ഷി 8 പ്രസവിച്ചാൽ ദേവകി 9 പ്രസവിക്കും. കഞ്ഞിക്ക് വകയില്ലെങ്കിലും പ്രസവത്തിന് എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങള് ആളുകൾ പ്രസവിക്കരുതില്ല, എത്രയും കണ്ടമാനം ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്നിട്ടും അവർക്ക് അമ്മൂമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ ധാരാളം ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ ഇല്ലയോ? എന്നാൽ ഇന്നിപ്പോ 2 പ്രസവിക്കുമ്പോൾ കഴിഞ്ഞില്ലേ ജീവിതം? അതിനെല്ലാം യൂട്രസ് എടുത്ത് കളഞ്ഞു, ഒക്കെ എടുത്ത് കളഞ്ഞു. ഉള്ളു മുഴുവൻ ഈ ഓടമുളല്ലേ, ഹാർട്ടുണ്ടോന്ന് അറിയില്ല. ഈ കോലത്തിലാക്കിയ മനുഷ്യൻ അല്ലേ? ഒരു ആരോഗ്യമുള്ള ആളുകൾ ഇന്ന് കുറവാണോ കൂടുതലാണോ? ഒക്കെ നോക്കും, ഒക്കെ മരുന്നിന്റെ മുകളിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഈ ശീലം മാറ്റണം. വേണം. ഈ മരുന്നാണ് രോഗം ശരിക്കും. ഈ ഡോക്ടർ DM ഹെഗ്ഡെ, അദ്ദേഹം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഡോക്ടറായിരുന്നു. മണിപ്പാൽ ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വളരെ ഫേമസ് ഹോസ്പിറ്റൽ. അവിടുത്തെ കാർഡിയോളജി സർജനായിരുന്നു. ഈ മനുഷ്യൻ ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതിയത്, അതിൽ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് തന്നെ മെഡിസിൻ ഈസ് ഡിസീസ് എന്നാണ്. ഈ മരുന്ന് ആണ് ഏറ്റവും വലിയ രോഗം. ഇന്ന് കേരളത്തിൽ ആളുകൾ അനുഭവിക്കുന്നതാണത്രേ. ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന സംസ്ഥാനമാണ് ഇത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഗുളികയാണ്. ഈ BP ഒന്നും മരുന്ന് കഴിക്കണ്ട. രാവിലെ അമ്പലത്തിൽ വന്ന് 11 പ്രദക്ഷിണം വെച്ചാൽ മതി, ഒരു BP ഉണ്ടാവില്ല. എത്ര പേര് അങ്ങനെ പോകുന്നവരുണ്ട്? രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്നവര് വളരെ കുറവാണ്. നിങ്ങൾ ചോദിച്ചത് അവർ മരുന്ന് കഴിക്കുന്നത്? ഞാൻ എന്റെ മുത്തശ്ശനൊക്കെ 105 വയസ്സ് വരെ ജീവിച്ചാണ്. ഒരു മരുന്നും കഴിക്കുന്നത് ഞാൻ കണ്ടില്ലേ. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ആയുർവേദത്തിന്റെ വല്ല അരിഷ്ടങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കാന്നല്ലാതെ വേറെ ഒരു മരുന്നും വേണ്ടി വന്നില്ല അവർക്കൊന്നും. അപ്പൊ അവരൊക്കെ ഒരു ചിട്ടയിൽ ജീവിച്ച് മരിച്ചു പോയവരാണ്. ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറയണം. അപ്പൊ ഇങ്ങനെ ചിട്ടകളുണ്ടോ ജീവിതം കുഴപ്പമില്ല. അതുപോലെയാണ് രണ്ടാമത്തത്. എന്ത്? മനസ്സിന് സുഖം വേണോ? ഇന്നിപ്പോ മനസ്സമാധാനം ഇല്ലേ ഒരെണ്ണത്തിന്? എല്ലാം ഓടുകയാണ് അമ്പലത്തിൽ. ഇത്തിരി സമാധാനത്തിന് വേണ്ടി ഓടുകയാണ്. ഇതെന്താ അമ്പലത്തിൽ എടുത്തു വെച്ചിരിക്കണോ സമാധാനം? പറയൂ നിങ്ങൾ. സമാധാനം എവിടെയാ? പുറത്താണോ അകത്താണോ? പുറത്തെവിടെയാണോ? ഇത്തിരി സമാധാനം തരുമെന്ന് വീട്ടിൽ പറയാറില്ലേ?
എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങളുടെ? സമാധാനം തരൂന്ന് പറഞ്ഞിട്ടില്ലേ വീട്ടില്? പറഞ്ഞിട്ടുണ്ട്. സമാധാനം ആരാ തരേണ്ടത്? നാട്ടുകാരും വീട്ടുകാരും ആണോ? സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ എന്താ മനസ്സിലാക്കിയത്? മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയുടെ പേരാണ് സമാധാനമില്ലായ്മ. മനസ്സിന്റെ മുകളിൽ എന്തില്ല? നമുക്ക് നിയന്ത്രണമില്ല. മനസ്സെന്തോ കാട് കയറി ഉറക്കെ പറയൂ ചിന്തിക്കുകയാണ്. എന്തൊക്കെയോ അസ്വസ്ഥമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒന്നുകിൽ ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലെ? ഇങ്ങനെ മനസ്സിന് ഒരു പേടി. ഇന്നാണെങ്കിൽ പണ്ടത്തേതിനേക്കാളും പേടി കൂടുതലാണ്. കാരണം വീടിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ ബാഗിൽ കാണാനില്ലെങ്കിൽ സമാധാനം പോയോ? മൊബൈല് കാണാനില്ലെങ്കിൽ സമാധാനം പോയോ? വീട്ടിലെ മൊബൈൽ വെച്ചു, വീട്ടിൽ നിന്ന് കൊണ്ട് പോരും ചെയ്യും, വീട്ടിൽ ഭർത്താവും ഉണ്ട്, സമാധാനം പോയോ? മൊബൈൽ അവിടെ വെച്ച് പോന്നാൽ എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് എനിക്കറിയില്ല. ഞാനൊരു ഇത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളതൊരു കഥ എന്താ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. അതൊന്നും എന്റെ ഉത്തരവാദിത്വമല്ല. സമാധാനം പോയോ? ഇനിയിപ്പോ ഭർത്താവ് വീട്ടിൽ മൊബൈൽ വെച്ചു, ഭാര്യ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ സമാധാനം പോയോ? എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പം ഇങ്ങനെ സമാധാനവും ഇല്ല, ആരോഗ്യമില്ലാത്ത എന്ത് ജീവിതമാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത്? അപ്പൊ സമാധാനം ഉണ്ടാവാനാണ്, മനസ്സിന് സുഖമുണ്ടാവാനാണ് നാമ അനുഷ്ഠാനം. ഏതാണ്? അപ്പൊ നിരന്തരമായ നാമജപ ലയം അത് പരിശീലിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ വന്ന് എന്ത് വേണം? നാമജപശീലങ്ങൾ ഉണ്ടാക്കണം. അത് നമ്മുടെ ഹിന്ദുക്കളിൽ വളരെ കുറവാണ്. പറയാൻ നാണവുമില്ല, നമുക്ക് ഒട്ടും കുറവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തിരി കുറവ്, ആ കാര്യത്തിൽ കുറവുണ്ടാവില്ല. നമുക്ക് നാമം ജപിക്കണം. അത് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി, ഞാൻ സത്യസന്ധമായി പറയണേ, ഈ സംസ്കാരം നമ്മൾ വീണ്ടെടുക്കണം. അമ്പലത്തിൽ രാവിലെ പോയി എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഒരു സംസ്കാരവും, വൈകുന്നേരം ഒരു കൃത്യസമയത്ത് ഒരു 6:30 ലളിതാ സഹസ്രനാമം ഒരു 6 മണിക്കൊക്കെയാണ് ചൊല്ലേണ്ടത്. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും പറ്റില്ല. ഒരു 6:30 മണിക്ക് എല്ലാവരും ഇരുന്ന് ഇതൊരു ശീലങ്ങൾ നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും വന്നു പോട്ടെ. ഹിന്ദു സംസ്കൃതി തന്നെ മാറിയിട്ടുണ്ടാവും. ഹിന്ദുക്കൾക്ക് തന്നെ ഒരു വലിയൊരു ഒരു മാറ്റം ഉണ്ടാവില്ലയോ? കാരണം ഇപ്പൊ വീടുകളിൽ പണ്ടത്തെ പോലെ ഇരുന്ന് ജപിക്കൽ അത്ര സാധ്യമല്ല. കാരണം എല്ലാവരും ജോലിക്ക് പോയി പല സമയത്തും വരികയാണ്. അതുപോലെ ഒറ്റയ്ക്ക് ജപിക്കുന്നതിനേക്കാൾ ശക്തിയാണ് ഏത്? ഒന്നിച്ചു ചൊല്ലുന്നതിൽ. മനസ്സിലാവുണ്ടല്ലോ? ഇതാണ് ഈ കുട്ടികളോട് പറയുന്നത്. മരിക്കുന്നത് വരെ ബ്രഹ്മസൗഖ്യം തു അനന്തം, ബ്രഹ്മസുഖം നിലനിർത്തണം. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് ചില കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ടു നടക്കണം. ഇതാണ് ഒരച്ഛൻ മക്കൾക്ക് ആദ്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ബാക്കി നോക്കൂ, നമുക്ക് മനുഷ്യന്റെ തലയിൽ പ്രധാനമായി 2 കേന്ദ്രങ്ങളാണ്. ഇത് നമുക്ക് വലിയ പിടിയില്ല. സത്യത്തിൽ നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്നിപ്പം കുട്ടികൾക്കറിയാം EQ IQ എന്നൊക്കെ പറയാം. ഇമോഷണൽ കോഷ്യന്റ്, ഇന്റലക്ച്വൽ കോഷ്യന്റ്, 2 പാർട്ട്, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ ഒക്കെ. ഇന്ന് കുറേയും കൂടിയും അഡ്വാൻസ് സൈക്കോളജിയുടെ കാലഘട്ടമാണ്. അപ്പൊ കുറേയും കൂടി അറിയണം. ഇത് പണ്ട് തന്നെ ഭാരതീയർക്ക് അറിയാമായിരുന്നു. ഇതിനെ പറയാം മനസ്സും ബുദ്ധിയും എന്നാണ്. എന്താണ് മനസ്സും ബുദ്ധിയും? ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസമൊക്കെ നേടുമ്പോൾ, സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ടെക്നിക്കിലൊക്കെ പഠിക്കുമ്പോൾ ബുദ്ധിപരമായ പല അറിവും കഴിവും വർദ്ധിക്കും. പക്ഷെ അതുകൊണ്ട് ഏത് വികസിക്കില്ല? മനസ്സ് വികസിക്കില്ല. മനസ്സാണെങ്കിൽ അതിന് ശീലങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉള്ളതാണ്. ആണോ? അതിൽ തന്നെയാണ് അതിന്റെ ഒരു പാർട്ടാണ് ചിത്തം. അതായത് പൂർവ്വവാസനകൾ, മുജ്ജന്മ ഓരോരുത്തരും ഉണ്ടാക്കി വെക്കുന്ന ശീലങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്, മനസ്സിന്റെ ഒരു ഭാഗമാണ്. ആണോ? അപ്പോ ബുദ്ധിയിൽ അറിവുണ്ടായാലും സ്വഭാവം നന്നാവണമെന്നുണ്ടോ? അതല്ലേ ഇന്ന് ഇത്രയും കൊലപാതകങ്ങളും ആത്മഹത്യകളും മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്? ആണോ? അവർക്ക് പറയൂ നിങ്ങൾ. അപ്പൊ നമുക്ക് ബുദ്ധിയോടൊപ്പം ഏതും വളരണം, മനസ്സും വളരാം. ബുദ്ധിയും മനസ്സും, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് 5000 വർഷം മുമ്പ് തന്നെ ഭാരതീയർക്ക് അറിയാമായിരുന്നു. നിങ്ങൾ ഗീതയിൽ 12ാമത്തെ എടുത്തു നോക്കൂ. അവിടെ കൃഷ്ണൻ ഇത് രണ്ടും, കൃഷ്ണനൊക്കെ എങ്ങനെയാണ് ഇത്രയും ഡീപ്പായിട്ട് ഈ വിഷയത്തെ പഠിച്ചത്? അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഗുരുകുലങ്ങളിൽ ഇതൊക്കെ പഠിപ്പിക്കുമായിരിക്കാം. പിന്നീട് അത് നമുക്ക് നഷ്ടപ്പെട്ടുപോയി. 5:12 7ാമത്തെ ശ്ലോകത്തിലൊക്കെ നോക്കൂ. മയ്യേവ മന ആദസ്വ. 8 അതെ ചൊല്ലു. അവിടെ നോക്കൂ നിങ്ങൾ. മയ്യേവ മന ആദസ്വ, മനസ്സ് എന്നിൽ ഉറപ്പിക്കണം. അപ്പൊ മനസ്സെന്ന് പറയുന്നതിനെ കുറിച്ച് അറിയാം. മൈ ബുദ്ധിം നിവേശ്യ, ബുദ്ധിയും എന്നിലേക്ക് കൊണ്ടുവരണം. അപ്പം മനസ്സെന്നും പറയൂ ബുദ്ധി എന്നും. ഇപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് ഒരാളിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് മാത്രം? ബുദ്ധി മാത്രം. ആത്മീയത കൊണ്ട് ഉയരുന്നത് മനസ്സും. അപ്പൊ അതുകൊണ്ടാണ് വിദ്യാഭ്യാസം പോലെ തന്നെ തുല്യത ഏതിന് കൊടുക്കണം?
ഈ കൃത്യനിഷ്ഠയ്ക്കും അനുഷ്ഠാനം. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഈ അമ്പലത്തിലൊക്കെ പോകുന്നത് ബുദ്ധിപരമായ കഴിവ് കൂടാനും ബുദ്ധിപരമായ വളർച്ചയുണ്ടാവാനും ആണോ? നമ്മൾ ഈ മനസ്സിനെ തീരെ ഒട്ടും കെയർ ചെയ്തില്ല. അതുകൊണ്ട് അമ്പലത്തിൽ പോയാലും നോക്കൂ നിങ്ങൾ, എത്രയോ ആളുകൾ അവർ പ്രായമായി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയതിന്റെ ഗുണമൊന്നും കാണുന്നില്ല. അവസാനം തളർന്നും പിച്ചുമ്പേയും പറഞ്ഞും വളരെയധികം മാനസികമായി വിഷമിച്ചും കഷ്ടപ്പെട്ട് മരിക്കുന്നവരെ കണ്ടിട്ടില്ല. നമ്മൾ എന്നെ ചോദിക്കാറില്ല, എന്തേ ദൈവം പോലും ഇവരൊക്കെ നോക്കാതെ പോയതെന്ന് ചോദിക്കാറില്ല? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ? എന്തേ ദൈവം പോലും ഇവരൊന്നും വേണ്ട പോലെ കെയർ ചെയ്തില്ല? പറയുമ്പോ ഇത്രയും കാലം അമ്പലത്തിലൊക്കെ പോയ ആൾക്കാരല്ലേ, പറയാറുണ്ടോ ഇല്ലയോ? അപ്പൊ അതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? എത്രയോ കാലം അമ്പലത്തിൽ പോയിട്ടും മാനസികമായി അവര് ഉയർന്നിട്ടില്ല. അപ്പൊ അതെന്താണ്? കൃത്യനിഷ്ഠയും എന്തുണ്ടായില്ല? അനുഷ്ഠാനവും ഉണ്ടായില്ല. അപ്പൊ എന്തിനാ ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും? മനോവികാസത്തിനാണ്. എന്തിനാണ്? മനസ്സിന്റെ ഉയർച്ചയ്ക്ക്. അതെപ്പോഴും ഓർത്തോണം നമ്മൾ. മനസ്സുയരണോ, മനസ്സിന് ശക്തി വേണോ, മനസ്സിന് സുഖം വേണോ, എങ്കിൽ കൃത്യനിഷ്ഠയും എന്തും വേണം? പറയൂ, അനുഷ്ഠാനവും വേണം. നിങ്ങളത് കോംപ്രമൈസ് ചെയ്തിട്ട് അമ്പലത്തിൽ പോയി തൊഴുതും പ്രാർത്ഥിച്ചാൽ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം നിങ്ങളത് നഷ്ടപ്പെടുത്തിയതാണ്, നിങ്ങൾ വഴിതെറ്റിപ്പോയി. ഇപ്പൊ നിങ്ങൾ വെറുതെ തൊഴുതുപോയി, വെറുതെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ശുപാർശ പറഞ്ഞു, അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അതൊന്നും സത്യം പറഞ്ഞാൽ ആത്മീയതയുമായി അതിന് യാതൊരു അവർക്ക് പറയൂ ബന്ധമില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നവൻ ഭാഗ്യം കെട്ടവനാണ്. നിങ്ങളുടെ കയ്യിൽ സെക്കൻഡ് വോളിയം ഭാഗവതമില്ലല്ലോ? ഇന്നില്ല. അപ്പൊ നാളെ നമുക്ക് നോക്കാം. ആ ശ്ലോകങ്ങളൊക്കെ കൃഷ്ണൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ മുന്നിൽ വെറുതെ വന്ന് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന്. ഭാഗവതത്തിൽ 10-ാം സ്കന്ധത്തിൽ 60-ാം അധ്യായത്തിലൊക്കെ കാണാം. ഇപ്പൊ നോക്കണ്ട, നമുക്ക് സമയമില്ല. ഏതായാലും ഇവിടെ വീണ്ടും പറയാണ് കുട്ടികളോട്, ഞാൻ 5-ാം സ്കന്ധത്തിൽ 5-ാം അധ്യായമാണ് എടുക്കുന്നത്. അറിയാലോ, പരാഭവത്താവത് അവബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം താവത്ക്രിയായി. കാണുന്നുണ്ടോ ശ്ലോകം? കാണുന്നുണ്ടോ? ചൊല്ലു. എന്താ മിണ്ടാതിരിക്കുന്നത്? പരാഭവത്താവത് അവബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം താവത്ക്രിയാ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ. അതായത് പറയാണ് കുട്ടികളോട്, നിങ്ങൾ പരിഭവക്കാരാവരുത്. പരിഭവം എന്ന് പറഞ്ഞാൽ പരിഭവം പറയാ, പരാതികൾ പറയാ, പിച്ചുമ്പയും പറയാ, കുറ്റവും പറയാ, പഴി പറയാ, ഇല്ലായ്മകൾ പറയാ, വിഷമങ്ങൾ പറയാ, ഇതിനൊക്കെയാണ് പരാഭവം എന്ന് പറയാ. നിങ്ങൾ എത്ര കാലം ഈ പരിഭവങ്ങളൊക്കെ പറയും? എത്ര കാലം നിങ്ങളിൽ യാവന്ന ജിജ്ഞാസത ആത്മതത്വം, നിങ്ങളെ ഉയർത്താനുള്ള ബോധം നിങ്ങളിൽ ഇല്ലാതിരിക്കുന്നോ അത്ര കാലമേ നിങ്ങൾ ഈ പരാതികളൊക്കെ അവർക്ക് പറയുള്ളൂ. നമ്മൾ അടിസ്ഥാനമായി ജീവിതത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിൽ കേവലം ഭൗതികമായ കാര്യങ്ങൾ നേടിയതുകൊണ്ട് മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പൊ പരിഭവം എന്തൊക്കെയാണ്? മറ്റുള്ളവരുടെ വീടുകളിലുള്ളതൊന്നും എന്താ ഒന്നും ഇണ്ടാത്തത് നിങ്ങള്? നമ്മുടെ വീട്ടിലില്ല, അവർക്കുള്ള സൗകര്യം നമുക്കില്ല, ആണോ? എപ്പോഴും നമുക്ക് ദൈവം മറ്റുള്ളവർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു, എനിക്കിത്തിരി കുറവ് തന്നു, ഇതല്ലേ നമ്മുടെ പരാതി, ആണോ? അതായത് മനുഷ്യൻ ശ്രദ്ധിക്കുക നിങ്ങള്, നമ്മുടെ വിചാരം പുറത്തു നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് ഒരാൾക്ക് തൃപ്തി കിട്ടുന്നതെന്ന്. തൃപ്തിയും പുറത്തുള്ള വസ്തുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് നല്ല സദ്യ തന്നു, നല്ല സദ്യ, എല്ലാ വിഭവങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങളെ മനോവേദന ഉണ്ടാക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത അറിയിച്ചു, വേണ്ടപ്പെട്ട ഒരാളുടെ മരണോ അല്ലെങ്കിൽ എന്തെങ്കിലും, ആ സദ്യ ആസ്വദിക്കാൻ പറ്റുമോ? പറയൂ, ഇല്ല, നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം മുന്നിൽ ആസ്വദിക്കാൻ പറ്റുന്ന വസ്തു ഉണ്ടെങ്കിലും മാനസികമായൊരു സ്വസ്ഥതയില്ലെങ്കിൽ അത് നമുക്ക് അവർക്ക് പറയൂ ആസ്വദിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് വെറും കഞ്ഞിയും ചമ്മന്തിയാണെങ്കിൽ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലോ അത് വളരെ സന്തോഷവുമാണ്, ആണോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തും ആസ്വദിക്കണമെങ്കിൽ നമുക്ക് വേണ്ടതൊരു സ്വസ്ഥ ചിത്തമാണ്. എന്താണ്? അപ്പൊ നമ്മൾ കാണുന്നത് നല്ല പണം ഉണ്ടായെങ്കിൽ അവരൊക്കെ കോടീശ്വരന്മാരെന്തൊരു സുഖമാണ്. മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ കോടികൾ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല, സമാധാനമില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, പണ്ട് കാലത്ത് വീട്ടിൽ സൗകര്യക്കുറവായിരുന്നു അല്ലേ? എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങണം, പായയും തലയണം. അവസാനം ഏത് പായയിൽ ആര് കിടക്കണം ഒരു പിടിയില്ലാവില്ലേ? കാരണം ഉരുണ്ടും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ? അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നോ? ഒരു തോർത്ത് കൊണ്ട് കുളിച്ച കാലില്ലേ? ഒരു സോപ്പ് കൊണ്ട് എല്ലാവരും കൂടി കുളിച്ച കാലില്ലേ? ഇല്ല. ആ അന്നത്തെ കാലത്ത് നിങ്ങൾ അനുഭവിച്ച സ്നേഹവും സുഖവും സന്തോഷവും ഉറക്കവും ഒക്കെ നമുക്ക് ഇന്നിപ്പോ കിടക്കാൻ സ്വന്തം ബെഡ്റൂമുണ്ട്, അതും മാസ്റ്റർ ബെഡുണ്ട്. ഇനിയിപ്പോ എങ്ങോട്ട് ഉരുണ്ടാലും വീഴില്ല. എന്താ ഒരു സൗകര്യക്കുറവ്? AC വേണമെങ്കിൽ മോളൊന്ന് തണുത്ത കാറ്റ് മേല് മൊത്തം വീശും. സൗകര്യത്തിന് വല്ല കുറവുണ്ടോ?
എന്നാൽ ആ വീട്ടിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദോശ മറച്ചിടുന്ന പോലെ മറയ്ക്കണമെന്നല്ലാതെ ഉറക്കം വരുന്നവർ എത്ര പേരുണ്ട്? ഉറക്കം വരാൻ വേണ്ടി ഡോക്ടറെ പോയി കാണുന്നവരാണ് ഇപ്പം കൂടുതൽ, ആണോ? എന്താ നിങ്ങൾ എന്നെ കണ്ണുരുട്ടി കണ്ട് പേടിപ്പിക്കുന്നത്? ഉള്ള സത്യം പറയുമ്പോ കണ്ണുരുട്ടേണ്ട കാര്യമുണ്ടോ? ഉള്ള സത്യമാണോ അല്ലയോ? ഇന്നിപ്പോ BP വരുന്ന രാത്രി കിടക്കാൻ നേരത്ത് ആദ്യം തന്നെ ഉറപ്പിക്കുക, ഗുളികയൊക്കെ കഴിച്ചോ എന്നാണ്. ഇത് ഓർത്തിട്ട് ആ മനുഷ്യൻ കിടക്കാൻ പോകുന്നത്. എന്നും ഓർക്കുന്നത് ഞാനൊരു നിത്യരോഗിയാണ്. എന്തൊക്കെയാ വിശേഷം? BP ഒക്കെ ഓക്കെ. എപ്പോഴും രോഗിയാണെന്നുള്ള ബോധത്തിലാണ് ഒരു നല്ല ശതമാനം ആളുകൾ ജീവിക്കുന്നത്, ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഇപ്പൊ നിങ്ങളെ ആരാ രോഗികളാക്കിയത്? നിങ്ങൾ തന്നെ രോഗിയാക്കി കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒരു ഊർജത്തിലൊക്കെ ജീവിക്കണം എന്നുണ്ടോ? പലർക്കും ഊർജം കിട്ടുന്ന വൈകുന്നേരം ക്യൂ നിന്നിട്ടാണ്. അത് നല്ലൊരു ശതമാനം ഹിന്ദുക്കൾ അങ്ങനെ നശിച്ചുപോയി, കള്ളും കുടിച്ചിട്ട്, ആണോ? അപ്പോ മനുഷ്യന് ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ, പരിഭവം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ മനസ്സിലാക്കണം, ഇതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മന്ത്രം നിങ്ങൾ ഓർത്തു വയ്ക്കുക. മനയേവ മനുഷ്യാണം സുഖദുഃഖയോ കാരണം. എന്താണ് മന എന്ന് പറഞ്ഞാൽ? വീട് നല്ല അർത്ഥം. ഇവിടെ മനസ്സെന്ന് മന എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനയേവ കാരണം മനുഷ്യാണം സുഖദുഃഖയോ. പറയൂ, വല്ലത് അർത്ഥാവോ നിങ്ങക്ക്? എന്താ അർത്ഥായത്? മനസ്സാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം. എത്ര കണ്ട് മനസ്സ് സ്വസ്ഥമാണോ അത്ര കണ്ട് ജീവിതം സുഖവും ആസ്വാദ്യവുമാണ്. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ സ്വസ്ഥതയാണ്. അപ്പൊ മനസ്സിന്റെ സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനസ്സിൽ കെട്ടിക്കിടക്കുന്ന വേണ്ടാത്ത ചിന്തകളൊക്കെ പോണം. നിങ്ങൾ 2 ദിവസം ടോയ്ലറ്റ് പോയില്ലേ, ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ പെട്ടു, നിങ്ങൾക്ക് വയറിന് അസുഖം വന്നു, വളരെ ബുദ്ധിമുട്ടി, എന്നിട്ട് നിങ്ങളെ ഒരു സദ്യക്ക് വിളിച്ചുകൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ 2 ദിവസമായിട്ട് കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സദ്യ കണ്ട വല്ല ആർത്തിയും തോന്നുമോ? ഉള്ളതേ പോയിട്ടില്ല. ഇനി ഇതും കൂടെ അങ്ങനെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ മനസ്സിപ്പോ കോൺസ്റ്റിപ്പേറ്റഡ് ആണ് പലർക്കും. എന്താ മനസ്സിന്റെ കോൺസ്റ്റിപ്പേഷൻ? അതിന് മനോമലം എന്ന് പറയും. എന്താണ്? എന്താ ഈ മനസ്സിന്റെ മലം എന്ന് പറയുന്നത്? അനാവശ്യങ്ങളായ ചിന്തകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അത് എടുത്തു കളയാതെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് പലർക്കും പരിഭവം പറയേണ്ടി വരുന്നത്. ഈ ഉള്ളിലുള്ള ചിന്തകൾ നിങ്ങളെ അടങ്ങിയിരിക്കാൻ ഒരിക്കലും, അവർക്ക് പറയൂ, ഒരു പരിഭവമില്ലാത്ത ജീവിതം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നോക്കൂ, നിങ്ങൾ പിച്ചും പേയും പറയുന്ന ആൾക്കാർ ഉള്ളിലുള്ളതല്ലേ പുറത്തു വരുന്നത്? ഉള്ളിലില്ലാത്തത് പുറത്തു വരുമോ? ചെറിയ പാവം കുഞ്ഞു പാവകൾ വല്ലതും പിച്ചും പേയും പറയൂ? കാരണം അതിന്റെ ഉള്ളിൽ സ്റ്റോറേജ് ഒന്നുമില്ല, എല്ലാം കാലിയാണ്, ആണോ? ഒരു 80-85 വയസ്സായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ്. അതെന്താ കാരണം? അത്രയും ഉള്ളിൽ സ്റ്റോക്ക് കിടക്കുകയാണ്. ആ സ്റ്റോക്ക് ക്ലിയർ ചെയ്യണ്ടേ? എന്താ മിണ്ടാത്തത് നിങ്ങള്? അതിനെന്ത് വേണം? അത് പറയുമ്പോഴും മിണ്ടില്ല. ഈ 2 വാക്കുകൾ നിങ്ങൾ മറക്കരുത്: കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. എന്താണ്? അതാണ് നമ്മൾ ഈ സപ്താഹം കൊണ്ട് നേടിയെടുക്കേണ്ടത്. കൃത്യനിഷ്ഠയും അനുഷ്ഠാനം നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉള്ള ഒറ്റമൂലിയാണത്. രക്ഷപ്പെടണമെങ്കിൽ ഇതന്നെ വേണം, കൃത്യനിഷ്ഠയും. ഇതില്ലാതെ നിങ്ങൾ രക്ഷപ്പെടുന്ന ജന്മം വിചാരിക്കരുത്. പൈസ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇപ്രകാരം കുട്ടികളോട് പറഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? അധ്യാത്മയോഗേന 12 അധ്യാത്മയോഗേന വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാത്മാ വിജയേന സദ്ര് തൽശ്രദ്ധയാ ബ്രഹ്മചര്യേന അസംപ്രമാദേന യമേന ഭാജം. അധ്യാത്മയോഗം വേണം. അധ്യാത്മയോഗം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൃത്യനിഷ്ഠയും അനുഷ്ഠാനത്തിനെയാണ് എന്ത് പറയാ? അധ്യാത്മയോഗം. അങ്ങനെ അധ്യാത്മയോഗത്താൽ കുട്ടികളെ ഇന്ദ്രിയങ്ങളൊക്കെ ക്രമേണ നമ്മള് ഇന്ദ്രിയങ്ങളെ അടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ എണീറ്റ് ഒരു ഭാഗത്ത് കുളിയൊക്കെ കഴിഞ്ഞിരുന്ന് നാമം ചൊല്ലുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ താനെ അടങ്ങുമെന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഇന്ദ്രിയങ്ങൾ പോവില്ല. അപ്പൊ ഏകാഗ്രത വരും, മനോബലം വരും. ഇതൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കും. നാമം ചൊല്ലും തോറും, നാമത്തിൽ ശ്രദ്ധ വരും തോറും ഏകാഗ്രത കൂടും. എന്താണ്? ഏകാഗ്രത കൂടുന്തോറും മനോബലം, ശക്തി കൂടും. നിങ്ങൾ നോക്കൂ, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഒരു സൂര്യന്റെ കിരണം, നമ്മുടെ സ്കൂളുകളിലൊക്കെ പരീക്ഷണം നടത്തും. ഒരു ലെൻസിന്റെ അകത്തുകൂടെ അല്ലേ ഈ ചെയ്തിട്ടുണ്ടോ നിങ്ങളായിരിക്കണം? കോട്ടണിലേക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, ഉണ്ടോ? അപ്പൊ കോട്ടൺ അങ്ങോട്ട് ഹീറ്റ് ആവും, അത് കത്തും. അപ്പൊ കോട്ടണ് ഹീറ്റ് കിട്ടുന്നത് ആ കംപ്ലീറ്റ് സൺ ബീംസിനെ നമ്മൾ സെന്റേർഡ് ആക്കുമ്പോഴാണ്, ആണോ? അതിനെ സെന്റേർഡ് ആക്കാനാണ് നമ്മൾ ഒരു ലെൻസ് ഉപയോഗിക്കുന്നത്, ആണോ ഇല്ലയോ? അപ്പൊ നമുക്ക് കണ്ണിന്റെ കാഴ്ച ഒരു സെന്റേർഡ് ആക്കുന്ന വിധത്തിലാണ് ഗ്ലാസ് അവർ ഡിസൈൻ ചെയ്യുന്നത്, ആണോ? പറയൂ നിങ്ങൾ. ഇതുപോലെ നമ്മുടെ നാമജപം മനസ്സിനെ ക്രമേണ, ഈ മനസ്സെന്ന് പറഞ്ഞാൽ ഡിസിപ്പേറ്റഡ് ആണ്, അത് പലതിലേക്ക് അങ്ങോട്ട് വ്യാപിച്ച് കിടക്കുകയാണ്.
അതുകൊണ്ടാണ് നമുക്ക് പലത്തിലേക്കും പെട്ടെന്ന് ശ്രദ്ധ പോകണം. അവിടുന്ന് ഒരാളെ കണ്ട, ഇവിടുന്ന് ഒരാളെ കണ്ട അങ്ങോട്ട് പോകും. മനസ്സ് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അത്ര എളുപ്പമല്ല. നിരന്തര നാമജപം കൊണ്ട് മനസ്സ് സെന്റേഡ് ആവും. സെന്റേഡ് ആവും തോറും മനസ്സിന്റെ ശക്തി കൂടും. ക്രമേണ നാമജപത്തിലേക്ക് മുഴുകും തോറും, നാമലയത്തിൽ കൂടുന്തോറും മനസ്സിന്റെ സുഖവും, ലയം കൂടുന്തോറും സുഖം കൂടും. അതെത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ലയം കൂടുന്തോറും സുഖം, അതല്ലേ ഉറക്കത്തിന്റെ സുഖം. നമ്മൾ ആ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേരുമ്പോൾ ഉറക്കത്തിന്റെ സുഖം. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. മനസ്സിനെ കോൺസെൻട്രേറ്റഡ് ആക്കാം, മനസ്സിനെ പവർഫുൾ ആക്കാം. വേണോ നിങ്ങൾക്ക്? ഇതൊരു ദൈവം തരുന്നതാണോ, നമ്മൾ പരിശീലിച്ച് നേടേണ്ടതാണോ? പറയൂ. ഇതൊക്കെ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ് നമ്മൾ. ഇതൊന്നും പകർന്നു കൊടുക്കാതെ അന്ധമായി അമ്പലത്തിൽ പോയി ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് ദൈവത്തോട് ശുപാർശ ചെയ്തിട്ട് എന്ത് കാര്യം? അന്ധതയാണ്, ബ്ലൈൻഡ്നെസ് ആണ് നമ്മളെ ഹിന്ദുക്കൾക്ക് കൂടുതലുള്ളത്. അതുകൊണ്ട് അച്ഛന്റെ അമ്മയുടെ ജോലി എന്താണ്? അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല. ഈ ശ്ലോകം എല്ലാവരും മാർക്ക് ചെയ്ത് വയ്ക്കുക. 18ാം ശ്ലോകം. ആരാണ് ശരിക്കുള്ള അച്ഛൻ, ആരാണ് ശരിക്കുള്ള അമ്മ? അപ്പൊ നിങ്ങളൊക്കെ ശരിക്കുള്ള അച്ഛനും അമ്മയാണോ എന്നുള്ളതിൽ അറിയാൻ പറ്റും. DNA നോക്കിയിട്ടല്ല, ഈ ശ്ലോകം നോക്കിയിട്ട്. എന്താ പറയുന്നത്? ഗുരു നനസ്യാൽ ജനനീ നനസ്യാൽ. ചൊല്ലു എല്ലാവരും. പിതാനനസ്യാൽ. സോറി, ഞാൻ ചൊല്ലിയത് തെറ്റി. ഗുരു നനസ്യാൽ. ചൊല്ലു. ഗുരു നനസ്യൽ സ്വജനോ നനസ്യൽ. കാണുന്നുണ്ടോ? ചിലരിപ്പോഴും മറച്ചു നോക്കാണ്. 18ാം ശ്ലോകം 5ാം സ്കന്ധത്തിൽ 5ാം അധ്യായത്തിൽ 18. ഗുരു നനസ്യൽ സ്വജനോ നനസ്യൽ. അടുത്ത വരി എന്താണ്? പിതാനനസ്യാൽ ജനനീ നനസ്യാത്. ദൈവം ന തസ്യാൽ ന പതിഷ്ഠതസ്യാൽ ന മോദയേത സമുപേത മൃത്യും. ഗുരു ന. ശ്രദ്ധിക്കുക. ഗുരു ന. ആ ഗുരു എന്ന് പറഞ്ഞാൽ അല്ല എന്നർത്ഥം. നിഷേധിക്കുക, നിഷേധാത്മകം എന്ന് വെച്ചാൽ അല്ല എന്ന് പറയുക. ആ ഗുരു അല്ല. പിന്നെ ആരാണ് അടുത്തത്? ഓരോന്ന് പറയൂ. അടുത്തത് നോക്കിയിട്ട്. സ്വജനം ന. ആ സ്വജനങ്ങൾ സ്വജനങ്ങളല്ല. പിന്നെ അടുത്ത ആരാണ്? പിതാ. ആ പിതാ എന്ന് പറഞ്ഞാൽ ആ പിതാവ്, അച്ഛനല്ല. പിന്നെ ജനനി. ആരാണ് ജനനി? പറഞ്ഞാൽ അമ്മ. ആ അമ്മ അമ്മയല്ല. പിന്നെ ആരാണ്? ദൈവം ന. ആ ദൈവം ദൈവമല്ല. പിന്നെ അടുത്തതാരാണ്? പതി. ആരാണ്? ആരാ പതി പറഞ്ഞാല്? പറ്റിക്കുന്നവനോ? ഭർത്താവാണ്, പറ്റിക്കുന്നവനല്ല. പതി പറഞ്ഞാൽ ഭർത്താവ്. ആ ഭർത്താവല്ല. പിന്നെ ആരാണ്? എങ്ങനെയുള്ളവരാണ് അല്ലാത്തത്? മോദയേത സമുപേത മൃത്യു. മൃത്യും സമുപേതം. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം എന്നല്ല അർത്ഥം. മരണതുല്യമായ ദുഃഖങ്ങളെ, വിഷമങ്ങളെ, എന്താ പറയാ, മരണതുല്യമായ വേദനകളെ, ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ നേരിടുന്ന സമുപേതം എന്ന് പറഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യുന്ന ഒരാളെ, അതിൽ നിന്ന് എന്താ പറഞ്ഞ എന്നെ മോചയത്. മോചയത് എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുന്നില്ല. എന്താ മോചയത്? അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു പരിശീലനം കുട്ടികൾക്ക് നൽകുന്നില്ലെങ്കിൽ ആ അച്ഛനും അമ്മയും അപ്പൊ അച്ഛനും അമ്മയും സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ടവരാണോ പരിശീലിപ്പിക്കേണ്ടവരാണോ? അപ്പൊ അങ്ങനെയുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ടോ? അത് പറഞ്ഞപ്പോ മിണ്ടണില്ല. നോക്കൂ നിങ്ങൾ, എല്ലാം വഴിതെറ്റിച്ച് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഭാഗവതം പറഞ്ഞ വരികളാ ഞാൻ പറഞ്ഞു തരുന്നത്. അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല. അച്ഛനും അമ്മയും മക്കളെ പറയൂ പരിശീലിപ്പിക്കുന്നത്. ഇപ്പൊ ചിലരൊക്കെ മനസ്സിലായി, അയ്യോ അതൊക്കെ നേരത്തെ പഠിക്കേണ്ടതായിരുന്നു എന്ന്. ഇനിയിപ്പോ നാട്ടുകാരെങ്കിലും പരിശീലിപ്പിക്കുക കുറച്ചുപേരെ, അല്ലെ? അടുത്തൊരു തലമുറയെങ്കിലും പരിശീലിപ്പിക്കണ്ടേ? വേണ്ടയോ? അപ്പൊ എന്താ അവരെ പരിശീലിപ്പിക്കുന്നത്? അവരുടെ മനസ്സിനെ നാമജപാദി സംസ്കാരങ്ങളിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവരെ നാമം പരിശീലിപ്പിക്കണം. അതിനാദ്യം നമുക്കറിയണം, നമ്മൾ മെനക്കെടണം, പഠിക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇതൊരു വലിയ, സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഹിന്ദുമതത്തെ നോക്കുകയാണെങ്കിൽ വലിയൊരു അകൽച്ചയല്ല ഹിന്ദുമതം ശാസ്ത്രത്തിൽ നിന്നും നമ്മുടെ ഋഷിവര്യന്മാര് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഹിന്ദുമതം അകലെയാണോ? അതോ ആ റൂട്ടിലൂടെയാണോ നമ്മൾ പോകുന്നത്? പറയൂ, ഉറക്കെ പറയൂ. ആണോ? അതാരാ തെറ്റിച്ചത്? നമ്മളാണ് തെറ്റിച്ചത്. ഇനി ഇതിനെ റൂട്ടിലേക്ക് ആക്കി എടുക്കണ്ടേ? വേണ്ടയോ? അപ്പൊ ഇനിയും അന്ധമായി പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? ഇനിയിപ്പോ രാവിലേക്ക് എണീറ്റ് ഒന്ന് അമ്പലത്തിലൊക്കെ വന്ന് ജപിക്കുന്ന ശീലം ഉണ്ടാക്കണ്ടേ? വേണ്ടയോ? എത്ര പേര് തീരുമാനിച്ചു? ഞാൻ പറഞ്ഞത് കേട്ടില്ല. എത്ര പേര് നന്നാവാൻ തീരുമാനിച്ചു? അപ്പൊ ഇതുവരെ നന്നായില്ല എന്ന് ഉറപ്പല്ലേ?
ഇതുവരെ നന്നായില്ലേ? കുഴപ്പമില്ല. അപ്പൊ അവനവരെ നന്നാവണം എന്നൊരു തോന്നൽ വേണ്ടേ? എന്താ വേണ്ടാത്ത നിങ്ങള്? വേണോ വേണ്ടയോ? എനിക്ക് വേണ്ടി നിങ്ങൾ നന്നാവണ്ട. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നന്നാവാനുള്ള വഴികളൊക്കെ ഋഷിവര്യന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. പണിയെടുക്കണം, അല്ലാതെ കിട്ടില്ല. ഒരു സംഗതി നമുക്കാണ് ഈ പണിയെടുക്കാൻ ഇത്തിരി മടിയാണ്. അതുകൊണ്ടൊക്കെ മൊത്തം തിരുമേനി ഹോൾസെയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ അവനവന് വേണ്ടി അവനവൻ തന്നെ മെനക്കെടണം. അത് നമ്മൾ മറന്നുപോയത്. ശരിക്കും ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് എവിടെ എത്തുമായിരുന്നു ഹിന്ദുക്കൾ എന്നറിയോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എവിടെയോ എത്തേണ്ടവരായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറിപ്പോയി നമ്മൾ. അതുകൊണ്ട് പറയുന്നു, അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല, അച്ഛനും അമ്മയും മക്കളെ പരിശീലിപ്പിക്കുന്നവരാണ്. അപ്പൊ ഇനിയിപ്പോ മക്കളെ ഇപ്പൊ പരിശീലിപ്പിക്കാൻ പോയാൽ മിക്കവാറും അവര് നിങ്ങളെ പരിശീലിപ്പിച്ചു വിടും. കാരണം ആ കോലത്തിലാണ് ഇപ്പൊ നിങ്ങളൊക്കെ മക്കള്. അതുകൊണ്ട് മക്കളെ പരിശീലിപ്പിക്കാൻ കിട്ടിയില്ലെങ്കിലും എല്ലാവരെയൊക്കെ പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അങ്ങനെയെങ്കിലും കൃതാർത്ഥതയോടുകൂടി മരിച്ചുപോയിക്കൂടെ? നിങ്ങൾ മരിച്ചു എന്നാ ഭഗവാൻ ചോദിക്കും നിങ്ങളോട്. വിഷ്ണു സഹസ്രനാമം അറിയോ? അറിയില്ല. പോയി രണ്ടാമത് ജനിക്കാൻ പറയൂ. ഇതൊക്കെ പഠിച്ചിട്ട് വാന്ന്. പിന്നെയും ചോദിക്കും മരിച്ചു എന്നാല് വിഷ്ണു സഹസ്രനാമം പലവരും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്നുകൂടി പോയി ജനിച്ചിട്ട് വാന്ന്. അപ്പൊ അതിന് നല്ലത് ഇവിടെ തന്നെ അത് പഠിച്ച് എന്താന്ന് പറയാത്തത്? നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചിട്ടേ ഭഗവാൻ വിട്ടുള്ളൂ. അങ്ങനെ എന്തും നിങ്ങളെ എളുപ്പത്തിൽ അങ്ങനെ കൊണ്ടുപോയി അവിടെ കിടത്തുന്നു വിചാരിക്കണ്ട. നല്ലവണ്ണം നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ പഠിക്കല്ലേ നല്ലത്? എന്താ മിണ്ടാത്തത്? നിങ്ങള് പഠിക്കണം. മുതിർന്നവര് വളരെ ശ്രദ്ധിക്കുക. റിട്ടയർ ചെയ്തവരൊന്നും വീട്ടിൽ വെറുതെ ഇരിക്കരുത്. ഇതൊക്കെ ഒന്ന് വായിക്കുക, പഠിക്കുക. ഇതൊരു അമ്പലത്തിൽ ചെന്ന് എല്ലാവരെയും പ്രചോദനം കൊടുക്കുക. അങ്ങനെ നോക്കൂ. ഈ തിരുവനന്തപുരമാണെങ്കിൽ ദൈവങ്ങൾക്ക് ഒരു കുറവുമില്ല. മുക്കിലും മൂലയിലൊക്കെ അമ്പലങ്ങളുണ്ട്. ഉണ്ടോ? ഇത്രയും അമ്പലങ്ങളൊന്നും വേറെ ജില്ലകളിൽ ഇത്രയില്ല. ഉണ്ടോ? എന്നാൽ ഇത്രയും ഉണ്ടായിട്ട് പോലും ഇത്ര പരാതിക്കാര് ഈ തിരുവനന്തപുരത്തല്ലാതെ വേറെ ആൾക്കാരുമില്ല. എല്ലാം അന്ധമായി. എന്നിട്ടൊക്കെ ലാസ്റ്റ് നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഉണ്ടായാലും അന്ധവിശ്വാസത്തിന്റെ അന്ധവിശ്വാസം. എന്നാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അമ്മ പറയാണ്, എന്റെ സ്വാമി, ആരെങ്കിലും നമുക്കൊരു ദോഷം ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി കയറെടുത്ത് വാങ്ങിച്ചോളൂ എന്ന്. കാരണം ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് ഈ ഭൂമിക്കൊരു ഭാരമാണത്. ആരെങ്കിലും ദോഷം ചെയ്തോട്ടെ, അതിലെന്തിനും നിങ്ങൾ വിഷമിക്കണം. ആരും നിങ്ങളെ നോക്കരുതെന്നാണോ? ഇതെന്താ നിങ്ങളെന്താ ഈ പുരാവസ്തുവോ? ആരും നോക്കരുതെന്ന് ആര് കണ്ടുവച്ചാലും ഇതൊന്നും എന്നെ, അതിന് നാമകവചം ഉണ്ടാക്കണം. ഏതുണ്ടാക്കണം? നാരായണ കവചം. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതേ ഏറ്റവും സുരക്ഷാ പ്രശ്നമുള്ള ഒരാളാണ്. ആണോ? അദ്ദേഹത്തെ പോലെ സുരക്ഷാ പ്രശ്നമുള്ള ഒരാളില്ല. കാരണം അത്ര ത്രെറ്റാണ്. പക്ഷെ എന്നാലും റോഡ് കൂടെ ഇറങ്ങി നടക്കുന്നില്ലേ? അതെന്തിന്റെ ധൈര്യത്തിലാണ്? കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ്. അതേ ഇട്ടിരിക്കുന്നതും ഉള്ളിലൊക്കെ വെടിയുണ്ട ഏൽക്കാത്ത ഡ്രസ് കവചങ്ങളൊക്കെ ഉള്ളിലുണ്ട് അദ്ദേഹത്തിന്. ഒരു എന്താണ് ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സൊക്കെ അകത്തിട്ടിട്ടാണ് പുറത്ത് ഇതെല്ലാം വയോലിച്ചക്കാരെ എപ്പോ വേണമെങ്കിലും ആരെങ്കിലും കാച്ചാന്നുള്ള ഉറപ്പാണ്. അപ്പൊ അത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ നോക്കും. ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ നമ്മളൊരു നാമകവചം കൊണ്ട് നടക്കണം. ഇത് നിങ്ങൾ നോക്കൂ, ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തില് 1-ാം അധ്യായത്തില്, നിങ്ങൾ ഈ പുസ്തകം ഉള്ളവരൊക്കെ നോക്കുക. മാഹാത്മ്യത്തില് പുസ്തകം ഉള്ളവർ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, വൈശാഖത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ഭാഗവതം വായിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 17, 2-ാം അധ്യായം, സോറി 1-ലല്ല 2-ൽ 17, 2-ാം അധ്യായം 17. ന പ്രേതോ ന പിശാചോ ന രാക്ഷസോ അസുരോപിവ ഭക്തിയുക്ത മനസ്കാനം സ്പർശനേന പ്രബുദ്ധവേ. ഭക്തിയുക്ത മനസ്കാനം, ആരുടെ മനസ്സിലാണോ ഭക്തിയുള്ളത്, ഒരു പ്രേതത്തിനോ പിശാചിനോ ഒരു ദുഷ്ടശക്തിക്കോ അവരെ പറയൂ തൊടാൻ സാധ്യമല്ല എന്നാണ്. അപ്പൊ ഇവരൊക്കെ ഇത്രയും കാലം അമ്പലത്തിൽ പോയിട്ട് അവർക്ക് ആ ഭക്തി വന്നില്ല എന്നല്ലേ ഉറപ്പ്? ആണോ ഇല്ലയോ? അപ്പൊ ഇവരൊക്കെ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണത്? അപ്പൊ നാമജപ സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നത്. ആരോ എനിക്ക് കണ്ണുവച്ചു, ആരോ എനിക്ക് ദോഷം ചെയ്യുന്നു, ആരോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും നിങ്ങൾക്ക് ചുറ്റും എന്തുണ്ടാക്കണം? രാമകൃഷ്ണ പരമഹംസർ പറയും, നമ്മളൊരു ചെടി കുഴിച്ചിടും, പ്ലാവിന്റെ തയ്യാണ് കുഴിച്ചിടുന്നെങ്കിൽ, അതും ഒഴിഞ്ഞ ഒരു പറമ്പാണ്, വേലി ഒന്നുമില്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആടോ പശുവോ കയറി വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അതിനെ കഴിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് കുഴിച്ചിടാതിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് തെങ്ങിന്റെ തൈയെല്ലാം കുഴിച്ചിട്ടാൽ അതിന് ചുറ്റും ഒരു ചെറിയ വേലി വയ്ക്കും, ഉണ്ടോ? ഒരു കൂട് വയ്ക്കും, ഉണ്ടോ? അപ്പൊ നമ്മൾ കണ്ടിട്ട് ഗവൺമെന്റ്, ഈ മുനിസിപ്പാലിറ്റിക്കാരൊക്കെ ഈ റോഡ് സൈഡിൽ വല്ലതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ കൂട് കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ വല്ലവരും അടിച്ചു മാറ്റുമത്, അല്ലെങ്കിൽ വല്ലതും കഴിച്ചു മാറ്റുമത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. കുറെ കഴിഞ്ഞാൽ ആ ചെടി അങ്ങോട്ട് വളർന്ന് 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 പിന്നെ എത്ര ആടല്ല പശു കടിച്ചു വലിച്ചാൽ പോലും അത് പിഴുതെടുക്കാൻ പറ്റാത്ത വിധത്തിൽ വേര്
ശക്തിപ്പെടും. ആണോ? ഇതുപോലെയാണ് ഭക്തി എന്ന് പറയും. ഇപ്പൊ നിരന്തരമായ പരിശീലനം കൊണ്ട് ഭക്തിയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ പിന്നെ ആർക്കും നിങ്ങളെ പിഴുതെറിയാൻ, ഒരു ശക്തിക്കും നിങ്ങളെ സ്പർശിക്കാൻ പോലും സാധ്യമല്ല. ആ ശക്തി ഉണ്ടാക്കണ്ടേ? വേണോ വേണ്ടയോ? വേണം. അപ്പൊ അതാണ് ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത്. ഇപ്രകാരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഭരതൻ രാജ്യം ഭരിച്ചു. ഭരതന്റെ രാജ്യഭരണകാലത്ത് ഒരു ആത്മീയ സംസ്കാരം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. വിദേശത്തു നിന്നൊക്കെ ആളുകൾ ഇവിടെ വരുമായിരുന്നു. കാരണം അത്രമാത്രം ഒരു ആത്മീയ ബോധമുള്ള ഒരു മഹാത്മാവായിരുന്നു ഭരതൻ. അങ്ങനെ ഭരതന്റെ കാലഘട്ടം രാജ്യമൊക്കെ ഭരിച്ച് അദ്ദേഹം തന്റെ രാജ്യം തന്റെ പുത്രനെ ഏൽപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, മൂത്ത പുത്രനെ രാജ്യം ഭരണമേൽപ്പിച്ച് ഭരതൻ തപസ്സിന് വേണ്ടി പോയി. അദ്ദേഹം തപസ്സിന് വേണ്ടി തെരഞ്ഞെടുത്തത് ഭാരതത്തിൽ, നിങ്ങൾ ആരെങ്കിലും പോയിട്ട് പറയില്ല, നേപ്പാളിൽ നിന്ന് മുക്തിനാഥം എന്നൊരു സ്ഥലമുണ്ട്. മുക്തിനാഥം ഭൂട്ടാന്റെയും നേപ്പാളിന്റെയും ഒരു അതിർത്തി ഭാഗത്ത് വരുന്നതാണ് മുക്തിനാഥം. അതിന് അവിടെ കാളി ഗണ്ഡകി നദി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ കാളി ഗണ്ഡകി നദിയും കഴിഞ്ഞ് അതിന്റെ തീരത്താണ് 4600 അടി ഉയരത്തിലാണ് മുക്തിനാഥം. നമ്മളെ കേദാർനാഥിനേക്കാളും കുറച്ചുകൂടി ഉയരത്തിലാണ് മുക്തിനാഥം. അത്രയും തണുപ്പുമാണ് അവിടെ. അപ്പൊ അവിടെ അടുത്തൊരു കുണ്ടുണ്ട്, അതിന്റെ പേരാണ് ദാമോദർ കുണ്ട്. എന്താണ്? അതിൽ നിന്നും രൂപപ്പെടുന്ന ഒരു പുഴു ചക്രമുണ്ടാക്കി രൂപപ്പെടുത്തുന്ന ശിലകളെയാണ് സാളഗ്രാമ ശിലകൾ എന്ന് പറയുന്നത്. എന്താണ്? അത് അവിടെ നിന്നാണ് ഒറിജിനൽ. പിന്നെ ഇപ്പോഴത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വരുന്നുണ്ട്. ഇപ്പൊ എല്ലാം മിഷനിൽ കാർവ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് അവിടെ നിന്നാണ് ഒറിജിനൽ വരുന്നത്. ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പോടുകൂടി പറയാൻ പറ്റും. ദാമോദർ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദാമോദർ കുണ്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം അത് പോവാൻ അതിൽ കുറച്ചുകൂടി ഒരു പ്രിപ്പറേഷൻ വേണം. കാരണം പോയതിൽ 50% ആൾക്കാർ തിരിച്ചു വന്നിട്ടുള്ളൂ. കാരണം അത്ര ഓക്സിജൻ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെ ഒരു ത്രെട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പൊ അതിൽ കുറച്ചുകൂടി പ്രിപ്പറേഷൻ വേണം, എന്നാലേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ഈ പവിത്ര ഭൂമികളിലായിരുന്നു പഴയ കാലത്ത് ആളുകള്, പ്രത്യേകിച്ച് രാജാക്കന്മാര് രാജ്യഭരണമൊക്കെ കഴിഞ്ഞാൽ തപസ് ചെയ്യാൻ പോയത്. ഇവിടെ ഭരതൻ തപസ് ചെയ്യാൻ തെരഞ്ഞെടുത്തത് കാളീഗണ്ഡകിയുടെ തീരത്ത് പുലഹാശ്രമം എന്നൊരു ആശ്രമം ഉണ്ടായിരുന്നു. അപ്പൊ അത് നേപ്പാളിന് മുകളിലാണ്. എന്താ സ്ഥലത്തിന്റെ പേര്? പുലഹാശ്രമം. രാജാവ് അദ്ദേഹത്തിന്റെ വാസുദേവേ അനുധ്യാന സ്മരണ കീർത്തന, ഭഗവാന്റെ നാമജപത്തിലും ധ്യാനത്തിലും ഒക്കെ മുഴുകി താൻ കേട്ട കാര്യങ്ങളൊക്കെ സ്മരണം ചെയ്ത് അദ്ദേഹം ധ്യാനം ചെയ്ത് ദിവസങ്ങൾ ധന്യമാക്കുകയാണ്. രാവിലെ അദ്ദേഹം കുളിക്കാനായി കാളീഗണ്ഡകിയിൽ പോകും. ഒരു ദിവസം കാളീഗണ്ഡകിയിലേക്ക് പോകുമ്പം ഒരു വയറ് നിറഞ്ഞ മാൻപേട, ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണി. ആ മാൻപേട ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി വന്ന് കിതച്ചുകൊണ്ട്, അപ്പൊ രാജാവിന് മനസ്സിലായി ഏതോ ഒരു മൃഗം ഇതിനെ പിടികൂടാൻ പിന്നിൽ ഓടുന്നുണ്ടാവും. രാജാവ് നോക്കി നിൽക്കെ കരയിൽ നിന്നും ഈ മാൻപേട, തള്ളയായിട്ടുള്ള കുറച്ചൊരു പ്രായമുള്ള ഒരു മാനാണ്, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ആ ചാട്ടത്തിൽ പാവം കുട്ടി താഴേക്ക് വീഴുന്നു. ഈ പാവം തള്ളമാൻ ചത്തുപോയത്. രാജാവിനത് വല്ലാതെ ഉള്ളിൽ തട്ടി. കാരണം ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ അമ്മയില്ല, ആ കുഞ്ഞിനെ വളർത്താൻ അമ്മയില്ല. രാജാവ് അപ്പോഴേക്ക് അദ്ദേഹത്തിന് കാരുണ്യം തോന്നി, വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ എടുത്ത് വാരിക്കോരിയെടുത്ത് അതിനെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ അതിനെ ശുശ്രൂഷിച്ച് അദ്ദേഹം അതിനിത്തിരി നാട്ടിലൊക്കെ ഇറങ്ങിച്ചെന്ന് പാലൊക്കെ വാങ്ങിച്ച് കൊണ്ടു കൊടുക്കും, അത് കുടിപ്പിക്കും. അപ്പൊ അങ്ങനെ ആ മാൻകുട്ടിയെ വളർത്തി 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 രാജാവ് പാലന, പ്രീണന, പോഷണ, ലാളനം, ഏതിനെ? കൊച്ചുകുട്ടികളെ നമ്മൾ ലാളിക്കുന്ന പോലെ ഏതിനെ ലാളിക്കാൻ തുടങ്ങി? മാനിനെ ലാളിക്കാൻ തുടങ്ങി. മാനിനെ ലാളിച്ച് 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 അങ്ങനെ മാനിനെ ലാളിച്ച്, പാലന, പോഷണ, പ്രീണനം തന്നെ വരുമ്പോൾ പറയണം. അങ്ങനെ മാനിനെയൊക്കെ അങ്ങനെ ആ കുട്ടി അങ്ങനെ ലാളിച്ച് ലാളിച്ച് പ്രായം കടന്നുപോയത് രാജാവ് അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, വണ്ടിയുടെ ഓട്ടം നിൽക്കാറായിട്ടുണ്ട്, മരണം വളരെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ കണ്ണടച്ചാൽ ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നത് മുഴുവൻ മാനാണ്. ഞാൻ മരിച്ചാൽ ആരിതിനെ നോക്കും? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സുരക്ഷിതത്വം എന്താണ്? വല്ല മൃഗങ്ങൾ ഇതിനെ പിടിക്കുമോ? ഇങ്ങനെ കുറെ ആവലാദികളും വിഷമങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ആ മാനിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടി മരിക്കുക കാരണം അടുത്ത ജന്മം ഒരു മാനായിട്ട് രാജാവ് മാറിയെന്ന്. ഇപ്പൊ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു, ഗീതയിലെ ഈ ഒരു ശ്ലോകങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. മരണം എന്ന് പറയുന്നത് ഒരു ദുരന്തമായി മാറരുത്. ഏതാണ്? 8-ാം അധ്യായം എടുക്കുക. ഇന്ന് കുറെ പേര് പുതിയത് വന്നുകൊണ്ട് പറയാണ്. ഇപ്പൊ ദിവസവും നിങ്ങളുണ്ടല്ലോ വീട്ടില് നട്ടലിൽ ഇരിക്കാൻ ശ്രമിക്കണം. ഞാൻ പറയണൊക്കെ ശ്രദ്ധിക്കണം. ആദ്യം എന്താണ്? ആദ്യം നമുക്ക് ആ ശ്ലോകങ്ങൾ എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഗീതയില് 8-ാം അധ്യായം എടുക്കുക. അപ്പൊ അവിടെ 8-ൽ 12 ആണോ 13 ആണോ എന്നറിയില്ല.
എന്താണ്? സർവദ്വാരാണി സംയമ്യ ചൊല്ലു. മനോഹൃതി നിരുദ്ധ്യച മൂർധന്യാദായ പ്രാണം യോഗമാസ്ഥിത. കണ്ടോ? അപ്പൊ എന്താ പറയുന്നത്? കുറച്ചു നേരം അങ്ങനെ സർവദ്വാരാണി സംയമ്യ, സർവദ്വാരാണി സംയമ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്ത് എന്ത് ചെയ്യണം? യോഗമാസ്ഥിത. എങ്ങനെ ഇരിക്കണം? മൂർധനി ആദായ പ്രാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തലയ്ക്കകത്തുള്ള പ്രാണന് ബലം കൊടുക്കുന്ന വിധത്തിൽ ഇരിക്കണം. അപ്പൊ അത് ഇതാണ്, മനസ്സിലായില്ല? ശ്രദ്ധിക്കും നിങ്ങൾ. അപ്പൊ നമ്മൾക്ക് പുറകിലെ മസിൽസിൽ വെയിറ്റ് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ, താഴെ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നോക്കാം. നമ്മളൊന്ന് ലൂസായിട്ട് ഇരുന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മൾ സോഫയിലൊക്കെ ഇരിക്കുന്നത്, കുഷ്യനിലൊക്കെ ഇരിക്കുമ്പം ഒന്ന് കുനിഞ്ഞിരിക്കാനുള്ള പ്രവണത കാണിക്കും. ഉണ്ടോ? കാണിക്കൂല്ലയോ? കാണിക്കും. അപ്പൊ അങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോ നമ്മുടെ പ്രാണഗതി എങ്ങോട്ടാണ്? താഴോട്ടായിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് ഒരു പുൽപ്പായലൊക്കെ ഇരിക്കുമ്പോൾ നട്ടെല്ലിൽ ഇരുന്ന് നോക്കൂ. നിങ്ങളുടെ ഹോൾ വെയിറ്റ്, ബോഡിയുടെ വെയിറ്റ് ഇതിൽ വരണം. മുന്നോട്ടോ പിന്നോട്ടോ ഒന്നും ചായാനോ കുനിയാനൊന്നും അനുവദിക്കരുത്. അതൊരു ബാലൻസ് വരും ബോഡിക്ക്. അപ്പൊ നട്ടെല്ലിൽ ഇരിക്കുമ്പോൾ പ്രാണഗതി മുകളിലിരിക്കും. അപ്പൊ പ്രാണൻ, ഊർധ്വപ്രാണൻ, മുകളിലുള്ള പ്രാണന്റെ ശക്തി കൂടിക്കൂടി വരും. ഞാൻ പറഞ്ഞു, മരണം എന്ന് പറയുന്നത് പ്രാണൻ മറ്റു പ്രാണന്മാരെ വലിച്ചെടുക്കലാണ്. അപ്പൊ പ്രാണശക്തി കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ, പ്രാണനേക്കാളും ശക്തി അപാനനായാൽ, പ്രാണൻ വലിച്ചാൽ അപാനം വരില്ല. അപ്പൊ പിന്നെ കൊലാപ്സ് ആയിട്ട് മരിക്കണം. അതാണ് പലരും കടന്ന് ദുരിതം അനുഭവിച്ച് മരിക്കുന്നത്. അപ്പൊ പോകേണ്ട സമയത്ത് നമുക്ക് മനസ്സിലാവണം, മൂർധാവിലൂടെയാണ് പോക്ക്. കാരണം അതിലൂടെയാ പ്രാണൻ ഇതിലേക്ക് വന്നത്. അപ്പൊ പോയ വഴിക്ക് ഇത് ഇത്രയുള്ള കാര്യം. നമ്മളൊരു മൊബൈലിന്റെ അകത്ത് ഒരു സിം വെക്കുന്ന സ്ലോട്ട് ഉണ്ട്. അതിനൊരു കുത്തി കഴിഞ്ഞാൽ സ്ലോട്ട് വന്നു, സിം പുറത്തു വന്നു, ഇല്ലേ? ഇതുപോലെയാണ് ശരീരവും മനസ്സും എന്ന് ഓർക്കുക. ശരീരം ആണ് മൊബൈൽ എന്ന് മനസ്സിലാക്കുക. അതിലെ സിം കാർഡാണ് മനസ്സെന്ന് മനസ്സിലാക്കുക. ആ സിം കാർഡ്, ആ സ്ലോട്ടാണ് പ്രാണൻ എന്ന് വിചാരിക്കുക. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഒരു സ്ലോട്ടിലല്ലേ സിം കാർഡ് ഇടുന്നത്. ആ സ്ലോട്ട് അങ്ങോട്ട് ഊരിയെടുത്താൽ പറയൂ, സിം കാർഡ് പുറത്തു വന്നു. പിന്നെ ആ മൊബൈലുമായിട്ട് അതിന് ഇതുപോലെ ഒരു ദിവസം പ്രാണൻ ഈ മനസ്സാകുന്ന സിം കാർഡിനെ ഈ ഫോണെന്ന് പുറത്താക്കും. പിന്നെ വിളിച്ചാൽ കിട്ടില്ല. ആരെ ഔട്ട് ഗോയിങ് ഉണ്ടാവില്ല, ഇൻകമിംഗ് ഉണ്ടാവില്ല, എല്ലാം ബന്ധായി. അപ്പൊ പിന്നെ വിളിച്ചു പറയും, പ്രൊവൈഡർ പറയും, ഈ മൊബൈൽ പരിധിയിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു, ഇനി ഒരിക്കലും പരിധിക്കകത്തേക്ക് അത് വരില്ലയാണ്. ചില സമയത്ത് ഈ BSNL പോലെ ക്രൂരത ഇപ്പുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ വളരെ ക്രൂരതയെന്നവര്. നമ്മളൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ റിങ്ങില്ല, അപ്പൊ എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പറയും, നിങ്ങൾ വിളിക്കുന്ന വ്യക്തി നിലവിലില്ലയാണ്. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി നിലവിലില്ല, വ്യക്തിയല്ല, നമ്പർ നിലവിലില്ല. അങ്ങനെ കേട്ടില്ല ഇതില്? അപ്പൊ ആ മനുഷ്യൻ ഇതുവരെ വിളിച്ച് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അയാൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയൊക്കെ BSNLകാർക്ക് പറ്റും. പിന്നെ ചിലവരെയാണെങ്കിലോ മര്യാദയ്ക്ക് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിലും BSNLകാർ എന്താ പറയാ, നിങ്ങൾ വിളിക്കുന്ന വ്യക്തി പരിധിക്ക് പുറത്താണെന്ന്. അങ്ങനെ പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇത് പറഞ്ഞ പോലെ നമുക്ക് ഈ ശരീരത്തിൽ നിന്നും പ്രാണൻ മനസ്സിനെ അങ്ങോട്ട് വേർപ്പെടുത്തും. അപ്പൊ പ്രാണശക്തി ബലം കൊടുത്താലേ മരണം ഒരു ദുരിതമാവാതിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മൂർധന്യാദായ പ്രാണം. ഇതോടെ വായിക്കുന്നത്, സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച മൂർധന്യാദായ പ്രാണം യോഗമാസ്ഥിത. ഇനി അടുത്ത വരി വായിക്കൂ. ഓമിത്യേകാക്ഷരം ബ്രഹ്മ ആമരസ്വരൻ യപ്രയാദിസം സയാതി പരമാം ഗതി. അപ്പൊ മരിക്കുന്ന സമയത്ത് പ്രാണബലം ഉള്ളവർക്കേ മനോബലവും ഉണ്ടാവുള്ളൂ. പ്രാണബലം ഇല്ലാത്തവർക്ക് ഏതുണ്ടാവില്ല. അപ്പൊ മനസ്സിൽ ഓർമ്മശക്തി ഉണ്ടാവുന്ന പറയുന്നത് മരിക്കുന്നത് വരെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓം എന്ത് ചൊല്ലിപ്പോവാം. അപ്പൊ ദിവസവും നമ്മൾ ഈ ഓങ്കാരമന്ത്രം ചൊല്ലി ശീലിക്കണം. നീട്ടി ഓങ്കാരം ചൊല്ലി ശീലിക്കണം. ഭഗവാൻ പലതവണ ആവർത്തിക്കുന്നുണ്ട് ഓങ്കാരം ചൊല്ലുന്നതിനെ കുറിച്ച്. ഗീതയിൽ 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രം 9 ഭഗവാൻ 7-ാമത്തെ ശ്ലോകത്തിലിട്ട് പറയുന്നുണ്ട്, പിതാമഹസ്യ ജഗത മാതാ ദാതാ പിതാമഹ. 17 വേദ്യം പവിത്രമോങ്കാരം. കണ്ടോ? വേദ്യം പവിത്രമോങ്കാരം. എല്ലാവരും എന്ത് ചെയ്യണം? ഓങ്കാരത്തെ വേദ്യം അറിയണം എന്ന് പറയും. അതുപോലെ വീണ്ടും ഭഗവാൻ 10-ാം അധ്യായത്തിൽ തന്റെ വിഭൂതി പറയുമ്പോഴും പറയും, ഞാൻ മന്ത്രങ്ങളിൽ വെച്ച്
പ്രണവമന്ത്രമാണ്. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം പ്രണവമന്ത്രമാണെന്ന് ഭഗവാൻ അവിടെയും ഓർമ്മിക്കുന്നു. അതുകൊണ്ടാണ് ഏത് ദേവീ ദേവന്മാരുടെയും മന്ത്രത്തിന്റെ മുമ്പിൽ ഓം എന്ന മന്ത്രം. ഈ ഓം ചൊല്ലുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള അപാനപ്രാണൻ, അപാനൻ, ഉദാനൻ, പ്രാണൻ, ഏതൊക്കെയാണ്? ഏറ്റവും താഴോട്ട് വലിക്കുന്നതെല്ലാം അപാനനാണ്. മുകളിലേക്ക് തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറത്തേക്ക് പോകുന്നതിന് കാരണം ഉദാനനാണ്. പിന്നെ മുഖ്യപ്രാണൻ, ഈ തലയ്ക്കകത്ത് ഇരിക്കുന്ന ഈ പ്രാണന്മാരെ കണക്ട് ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഇത്, ഓംകാര മന്ത്രം. പ്രാണനെയും മനസ്സിനെയും സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന പ്രാണനെയും മനസ്സിനെയും സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ അങ്ങനെ ഒരു ഏകാഗ്രമാക്കി കൊണ്ടുപോയാൽ ആരോഗ്യവും ഉണ്ടാവും. ജീവിതം മരിക്കുന്നത് വരെ നമുക്ക് വലിയ ദുരിതങ്ങളും ഉണ്ടാവില്ല. അതിനാണ് നിവർന്നിരുന്ന് ഓംകാരം ചൊല്ലി ശീലിക്കണം. അതൊന്നും നമ്മൾ കുട്ടികളെ പോലും പരിശീലിപ്പിക്കില്ല. വെറുതെ വായ കൊണ്ട് ചൊല്ലാനുള്ളതല്ല ഓംകാരം. നട്ടെല്ലിന് അടിയിൽ നിന്നും ഏത് വരണം? ഓംകാരം ചൊല്ലുന്ന സമയത്ത് നട്ടെല്ലെല്ലാം ഒന്ന് മുകളിലേക്ക് വലിച്ച് ഓംകാരം ചൊല്ലി നോക്കൂ. ഒന്ന് ചൊല്ലി നോക്കാം നമുക്ക്. നട്ടെല്ലൊക്കെ ഒന്ന് മുകളിലേക്ക് വലിച്ച്, മുകളിൽ വല്ലാതെ പോകരുത്, അവിടെ തന്നെ നിൽക്കണം. നട്ടെല്ലെല്ലാം വലിച്ചൊന്ന് ഉഷാറായിട്ട് ഓംകാരം ചൊല്ലി നോക്കൂ നിങ്ങൾ. അപ്പൊ തന്നെ കാണാം നിങ്ങൾക്ക് ഒരു ഊർജ്ജശക്തി നമ്മുടെ ശരീരത്തില്. രാവിലെ ഒരു 6-7 തവണയൊക്കെ ഓംകാരമൊക്കെ ചൊല്ലി ജോലിക്ക് പോയി നോക്കൂ നിങ്ങൾ. ഡേ തുടങ്ങി നോക്കൂ. ജീവിതത്തിൽ എന്തൊരു ഉഷാറാന്നറിയോ? ഒരു ഊർജ്ജശക്തിയാണത്. എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കണേ. ഇങ്ങനെ ചൊല്ലേണ്ടത് മുകളിലേക്ക് എന്ത് വലിക്കണം? നട്ടെല്ലിങ്ങനെ ഉയർത്തി 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 ഒന്ന് ചൊല്ലി നോക്കൂ. നോക്കാം നമുക്ക്. ആദ്യ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചൊല്ല. ഓ ഒന്നുകൂടി നീട്ടിച്ചൊല്ല. എല്ലാവരും നട്ടെല്ല് ശരിക്കും മുകളിലേക്ക് വലിക്കണം. അപ്പൊ പുറത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ ലളിതാ സഹസ്രനാമം പഠിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ചിച്ഛക്തി, ചിച്ഛക്തി ചേതനാരൂപ, ജഡശക്തി ജഡാത്മിക. ഈ ശരീരം ജഡശക്തിയാണ്, ഇതിന്റെ ഉള്ളിൽ ചിച്ഛക്തിയാണ്. ആ ജഡശക്തിയും ചിച്ഛക്തിയും ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി ആ ചിച്ഛക്തി ചേതനാരൂപ, അതിനെ നമ്മൾ ചേതനയുള്ളതാക്കി മാറ്റുകയും വേണം. ഓക്കെ, അങ്ങനെ ഒരു ബോധത്തോടു കൂടിയിട്ടൊക്കെ നമ്മൾ ഉറക്കെ ചൊല്ലാം. ശരി, നട്ടെല്ല് എന്ത് ചെയ്യണം? വെറുതെ ഇരിക്കരുത്. നമ്മൾ ഓങ്കാരം ചൊല്ലുമ്പോൾ തന്നെ നട്ടെല്ലിനെ പതുക്കെ 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 ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഫ്ലാഗ് ഹോസ്റ്റിംഗ് പോലെ നമ്മുടെ നട്ടെല്ലിനെ ഉയർത്തണം. ഓ ഒരിക്കൽ കൂടി ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കുക. ഓ അങ്ങനെ ഒരു 6-7 തവണ ജപിച്ച് ശീലിക്കുമ്പോ ഈ അപാനശക്തി എവിടെ കണക്ട് ചെയ്യും? എവിടെ കണക്ട് ചെയ്യും? നിങ്ങൾ ഒരിക്കലും കിടന്നു മരിക്കില്ല. ഓർപ്പിച്ചോളൂ, നിങ്ങളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല. ഞാൻ മരിക്കാൻ വേണ്ടി പറയല്ല. ഇത് പ്രാണനെ ബലം കൊടുക്കും തോറും ഒരിക്കലും തളരുകയില്ല. ചിലര് പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നതിന് കാരണം മനസ്സിലൊരു വിഷമം തട്ടുമ്പോഴേക്കും അപാനൻ അത്രയും പവർ കൂടുതൽ. അപ്പൊ അപാനൻ വലിച്ചു താഴെ കിട്ടേക്കും. ഗ്രാവിറ്റിയുടെ ജോലിയാണ്. നിങ്ങൾ അനുഷ്ഠാനമുള്ളവരാണെങ്കിൽ പ്രാണബലം അപ്പൊ നിങ്ങൾക്കൊന്നും ഏൽക്കില്ല. അപ്പൊ പ്രാണബലം കൂടുന്നവർക്ക് ആരെന്ത് പറഞ്ഞാലും അവർക്ക് പറയൂ ഏൽക്കില്ല. കാരണം അത്രയും നമ്മൾ പറയില്ല മനക്കട്ടി, മനക്കരുത്ത് പറയൂ. ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന. അപ്പൊ അതിന് കൃത്യമായ എന്ത് വേണം? അത് നമ്മൾ കുട്ടികളിൽ നിന്നും പരിശീലിക്കാത്തതുകൊണ്ടാണ് എന്തെങ്കിലും കമന്റ് പറയുമ്പോഴേക്കും സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ആരെങ്കിലും
വിഷമങ്ങൾ ഉണ്ടാക്കിയാൽ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്? മനസ്സിലാവണം. എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളൊക്കെ ജീവിക്കുന്നത് അത്രയും ബ്ലൈൻഡ്ലിയാണ്. ഒരു പ്രേമത്തിൽ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് ചാടി ഇറങ്ങി പിന്നെ ടെക്സ്റ്റും മതും മിതും വാട്സാപ്പ് പോയിട്ട് അതങ്ങോട്ട് സത്യമാണെന്ന് അങ്ങോട്ട് കരുതുകയാണ്. ആണോ? പിന്നെ അത് സത്യമല്ലെന്ന് പറയുമ്പോഴേക്കും മനസ്സിലാക്കുമ്പോഴേക്കും ഡിപ്രഷൻ കയറി പിന്നെ സൈക്യാട്രി ഡോക്ടർ എടുത്ത് ഉണ്ടോ ഇല്ലയോ കേസുകൾ? പറയൂ. ഒരു പക്വതയിൽ ജീവിതത്തെ കൊണ്ടു നടക്കുന്നവർ വളരെ കുറവാണ്. ഒരു എടുത്തുചാട്ടക്കാരാണ്. എല്ലാം സീതാദേവി മാനന്റെ പിന്നിൽ രാവനെ പറഞ്ഞയച്ച പോലെ പുറപ്പെട്ടു. രാവണനെ കണ്ടു, സ്വീകരിച്ചു. ഇതാ കിടക്കുന്നു രാവണന്റെ കയ്യിൽ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചാടി വീഴുന്ന ഒരു സമൂഹമായി മാറിയതെന്താ കാരണം? ഒരു അനുഷ്ഠാനവും നമ്മൾ അവരെ കൊണ്ട് അവർക്ക് പറയൂ ജീവിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് മനോബലം വളരെ കുറവാണ്. മനസ്സിലായില്ല? ഇന്ന് സൂയിസൈഡിന്റെ പ്രധാന കാരണം പ്രശ്നങ്ങളല്ല. എന്നാ പ്രശ്നങ്ങളില്ലാത്തത്? നിങ്ങൾ പറയൂ. ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ നിങ്ങൾ പഠിക്കപ്പെടുന്ന പ്രശ്നമില്ലേ? പറയൂ നിങ്ങൾ. പണ്ടും ഡൗറി പ്രശ്നങ്ങളില്ല, അമ്മായി അമ്മ പ്രശ്നങ്ങളില്ല. എന്താ ഒന്നും ഇടാത്തതാണ്. എല്ലാ കാലഘട്ടത്തിലും എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. എന്നാൽ കേരളത്തിലാണ് സത്യം പറഞ്ഞാൽ കുറേയും കൂടി പ്രശ്നങ്ങൾ കുറവ്. നിങ്ങൾ ഈ ഗുജറാത്തി കമ്മ്യൂണിറ്റിയിലും സിഖ് കമ്മ്യൂണിറ്റിയിലും നോക്കിയാൽ നമ്മളെ പോലെയല്ല. ഇപ്പോഴും അവർ കൂട്ടുകുടുംബാണ്. ഒരു വീട്ടിൽ തന്നെ ബ്രദറുടെ ഭാര്യയും മക്കളും, എല്ലാ ബ്രദേഴ്സിന്റെ ഭാര്യയും മക്കളും, അവരങ്ങനെ എപ്പോഴും ജീവിക്കുക. നിങ്ങൾ പഞ്ചാബിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവര് ഒരു 80% അവരൊക്കെ ഈ ഗുജറാത്തി കമ്മ്യൂണിറ്റി അറിയാം നിങ്ങൾക്ക്. ബോംബെയിൽ പറയുമ്പോൾ രത്നവ്യാപാരികളൊക്കെയാണ്. പക്ഷെ അവരങ്ങനെ ഇൻഡിവിജ്വലി താമസിക്കുന്നവര് അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അവരങ്ങനെ ശീലിച്ചത്. എല്ലാവരും കൂട്ടുകുടുംബാണ്. എന്നാൽ നമ്മളാണെങ്കിൽ ഇന്നിപ്പോ വളരെ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറി. ആണോ? അവരവർക്ക് കുട്ടികൾ വളർന്നു വരുന്നവരെ അവരവരുടെ ബെഡ്റൂമിലാണ്. ആണോ? ഒരു ഇൻഡിവിജ്വൽ ബെഡ്റൂം ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളോടും വളർന്നു വരിക. അപ്പൊ അവർക്ക് ഇല്ലാതെ പോയത് എന്താണ്? മനസ്സിന് ഒരു ശക്തി ഇല്ലാതെ പോയതിന് കാരണം വേണ്ടതായ ആത്മീയ ഒരു പറയൂ പ്രാക്ടീസ്, അനുഷ്ഠാനം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. അതിന് പകരം അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയി അവർക്ക് വേണ്ടി അവർക്ക് പറയൂ. ആരാണ് ദ്രോഹികള്? എത്ര പേര് അങ്ങനെ ദ്രോഹികളായിട്ടുള്ളവരുണ്ടായിരുന്നു? വേണ്ട, പൊക്കണ്ട. നിങ്ങളുടെ മുഖം കാണുമ്പോഴേ അറിയാം മഹാദ്രോഹികളായിരുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അവരെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമോ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഈ നാമജപങ്ങളൊക്കെ ഒരു പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ, ഇന്ന് അവരതൊരു അസറ്റായി കാണും. അവരെ കുട്ടികൾക്ക് അത് ഉപദേശിക്കവര് അവരെ കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കും. മനസ്സിലായില്ലേ? ഇന്നിപ്പോ അവരെ കുട്ടികൾക്കും ഇല്ല. അത് രാവിലെ തന്നെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ അത് ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ അതിന്റെ ലോകത്തിലിരിക്കുകയാണ്. എന്നാൽ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇല്ല എന്നല്ല പറയാം. കുറെ വീട്ടുകാരുണ്ട്, നല്ലത് പറഞ്ഞു കൊടുക്കുന്ന വീട്ടുകാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും മെജോറിറ്റി വളരെ ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചവരാണ്. ആണോ? പറയൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് മാറ്റിയെടുക്കണം. ഇവിടെ ഭരതന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പോയത്. ഭരതൻ എന്തോർത്തു? മാനിനെ ഓർത്തു. ആരായി തീർന്നു? മാനായി തീർന്നു. വീണ്ടും 4ാമത്തെ ശ്ലോകം കൂടി നോക്കാം, 8ാം അധ്യായത്തില്. അവിടെ കൃഷ്ണൻ പറയുന്നത് അടുത്ത ജന്മം എങ്ങനെയായിരിക്കും എന്നത് തീരുമാനിക്കുന്നത് ആരാണ്? ഇതിലൊന്നും ദൈവത്തിന് ഒരു പങ്കുമില്ല. ഏകാദശി അന്ന് മരിച്ചു, അന്ന് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. ശിവരാത്രിയുടെ അന്ന് മരിച്ചു, അത് ശിവന്റെ അടുത്തേക്ക് പോകുന്നൊന്നും വിചാരിക്കരുത്. ഏത് ചിന്ത മനസ്സിൽ കൊണ്ടു നടന്നാണോ ജീവിച്ചത്, ആ ചിന്തകൾക്കനുസരിച്ചായിരിക്കും അടുത്ത ജന്മം. യം യം വാ വിസ്മരൻ ഭാവം തെജത്യന്ത. കാണുന്നുണ്ടോ? 8-ൽ 6. ഞാൻ ഗീതയാണ് പറയുന്നത്. 8-ൽ 6 ആണോ? 6ാമത്തെ ശ്ലോകാണോ? യം യം വാ വിസ്മരൻ ഭാവം തെജത്യന്തേ കളേവരം തം തം അവൈതി കൗന്ദേയ സദാ സദ്ഭാവഭാവിത. എന്താ പറയുന്നത്? ഏതേത് ഭാവങ്ങളെ സ്മരിച്ച് എന്ത് അനുഭവങ്ങളിലാണോ ഇപ്പം നിങ്ങൾ ജീവിക്കുന്നത്, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാനായി വീണ്ടും വരണം. കാരണം നമ്മളിൽ പ്രിഡോമിനന്റ് ആയിട്ടുള്ള, പ്രബലന്റ് ആയിട്ടുള്ള, സ്വാധീനിക്കുന്ന ചിന്തകളുമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്നും പറയൂ. ഇപ്പൊ രാവിലെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ഇങ്ങനെയൊക്കെ ചൊല്ലി വൈകുന്നേരം ചൊല്ലുന്ന അത് നിങ്ങളുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ജന്മങ്ങളിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അതെല്ലാം നമ്മളെപ്പോഴും നമ്മുടെ കുറവുകളും വേദനകളും ദുഃഖങ്ങളും അയവിറക്കിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിപ്പോഴല്ല, ഒരു പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു പോയാൽ, അത് ഡോമിനേറ്റ് ചെയ്താൽ ഈ ദുഃഖങ്ങളും പരിഭവങ്ങളും പറയാൻ പറ്റുന്ന ഒരു കുടുംബത്തിലേക്കായിരിക്കും. പറയൂ. എവിടേക്ക് പോകുന്നു എന്നത് നിശ്ചയിക്കുന്നത് ക്വാളിറ്റി ഓഫ് മൈൻഡ് ആണ്, ക്വാളിറ്റി ഓഫ് തോട്ട്സ് ആണ്. ഇപ്പൊ ചിന്തകളാണ് നമുക്ക് ജന്മം തരുന്ന വിത്ത്, മറക്കരുത്. അപ്പൊ നല്ല ചിന്തകളുണ്ടോ നല്ല ജന്മം. എന്തിൽ ചിലർ പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്നത്, ചിലരെന്തേ അംഗവൈകല്യത്തിൽ ജനിക്കുന്നത്, ഓരോരുത്തരും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചിന്തകൾക്കനുസരിച്ചാണ് അവരുടെ അടുത്ത ജന്മങ്ങൾ അവർ തീരുമാനിക്കുന്നത്. എപ്രകാരമാണോ ചിന്തകൾ അപ്രകാരമാണ് ജന്മം.
യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. അതാണ് അതിന്റെ റൂൾ. യത് ഭാവയതി തത് ഭവതി. നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനിയുള്ളൊരു ജന്മങ്ങളൊക്കെ നന്നാവണം എന്നുണ്ടെങ്കിൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഒക്കെ കൊണ്ടു നടന്നാൽ, നല്ല ചിന്തകൾ ഡോമിനേറ്റ് ചെയ്താൽ നല്ല ജന്മങ്ങളിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഇത്രയും കൃഷ്ണൻ ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. നഹി കല്യാണക ദുർഗതിം ഗച്ഛതി. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ അവനവന് കല്യാണം ചെയ്യുന്നവര്. അവനവന് കല്യാണം ചെയ്യാൻ പറഞ്ഞാൽ എന്ത് കല്യാണമാണത്? ഇവിടെ സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരിക്കുന്ന കല്യാണമാണോ? ആ കല്യാണമല്ല. ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ അവനവന്റെ മനസ്സിന് കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണത്? ഇപ്പൊ കല്യാണം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മംഗളമായത്, ശ്രേഷ്ഠമായത്. അപ്പൊ നല്ലത് അവനവന്റെ മനസ്സിന് നിരന്തരം പരിശീലിക്കുന്ന ആളുകൾക്ക് ദുർഗതി നഗച്ഛതി. എന്തുണ്ടാവില്ല? അവർക്കൊരിക്കലും ദുർഗതി ഉണ്ടാവില്ല. ഇത്രയും ഭഗവാൻ ഉറപ്പ് വന്നിട്ടുണ്ട്. ഏതായാലും ഭരതൻ മാനായി ഒരു ആശ്രമത്തിൽ എത്തിപ്പെട്ടു. അവിടെ കുറെ കാലം ജീവിച്ച് മാൻ ചത്തുപോയി. പിന്നീട് ജഡഭരതനായി അദ്ദേഹം വന്നു. ജഡഭരതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ലൊരു ശരീരമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ജഡഭരതൻ എന്ന് വിളിക്കാൻ കാരണം പ്രസവിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഉള്ളിലുള്ള ഭഗവാനെ വിട്ടിട്ടുള്ള കളിയില്ലാണ്. അങ്ങനെ ആ ഒരു നാമസ്മരണയിൽ മുഴുകി ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു അവധൂതനായിപ്പോയി. അവധൂതൻ എന്ന് പറഞ്ഞാൽ തന്റെ ഉള്ളിലുള്ള ആത്മബോധം ഉണർന്ന അത്രയും പ്രകാശിച്ച ആളെയാണ് എന്തു പറയുക? അവധൂതൻ. അവധൂതൻ വസ്ത്രം ധരിക്കാത്തവരല്ല അവധൂതന്മാര്. അങ്ങനെ ഒരു അവധൂതനായി അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഒരു പരദേശിയായിട്ട് സഞ്ചാരം തുടങ്ങി. അങ്ങനെ അദ്ദേഹം അമ്മയച്ഛനും മരിച്ചു. അതിനിടയ്ക്ക് അദ്ദേഹത്തിനാണെങ്കിൽ വീട്, പറമ്പ് അതിനോടൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല. അതൊക്കെ സഹോദരന്മാര് നോക്കി. ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്നവരൊക്കെ കഴിക്കാനുള്ള ആഹാരം കൊടുക്കും, എവിടെങ്കിലും ഇരിക്കും, ധ്യാനിക്കും, ജപത്തിലും ധ്യാനത്തിലും മുഴുകി ജീവിക്കുന്നതിനിടയിൽ അന്നൊരു സംഭവം ഉണ്ടായി. ഒരു കാട്ടുജാതി രാജാവ് കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു നരബലി കൊടുക്കാൻ ഒരുത്തനെ തപ്പിക്കൊണ്ട് നടക്കുമ്പോൾ ചെന്നുപെട്ടത് ഭരതന്റെ മുന്നിലാണ്. ഭരതനെയും പിടിച്ചു കൊണ്ടുപോയി. ഭരതന് ഒരു കുഴപ്പമില്ല, ആരെ വിളിച്ചാൽ അങ്ങോട്ട് പോകും. എവിടെയായിരിക്കും? അവിടെ അങ്ങനെ ഇത് കണ്ണടച്ചാണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് പോകും. ഇദ്ദേഹം ഒരു വലിയ മഹാത്മാവാണെന്ന് ആ കാട്ടുവർഗത്തിന് മനസ്സിലായില്ല. അവരുടെ പൂജാരി ഒരു തുള്ളുന്നവൻ വന്ന്, കോമരം വന്ന് ഉറഞ്ഞു തുള്ളുകയാണ്. ഇനി ഏത് നിമിഷവും തലവെട്ടും, അതോടുകൂടി രക്തം ദേവിയുടെ ശിലകളിൽ ചെന്ന് വീഴും. അതിന്റെ ഇടയ്ക്ക് എന്തുണ്ടായിച്ചാൽ ഈ ദേവിയുടെ ശില പൊട്ടിത്തെറിച്ച് ഒരു ഉഗ്രദേവിയുടെ രൂപം പ്രത്യക്ഷമായി. സഹസാട്ടഹാസം സദേവി ഭദ്രകാളി എന്നാണ്. ആ ഭദ്രകാളി അവിടെ നിന്നും അലറിക്കൊണ്ട് ചാടി പുറപ്പെട്ട് ആ വാള് വാങ്ങിച്ച് ആദ്യം അവന്റെ തലവെട്ടി. പിന്നെ അവിടെ ഉണ്ടായ രാജാവിന്റെയും കിങ്കരന്മാരുടെയും ഒക്കെ തലവെട്ടി. അങ്ങനെ ദേവി കുറെ നേരം ഉറഞ്ഞു തുള്ളി അവിടെ നിന്ന് വാളൊക്കെ താഴെ വെച്ച് ഭരതനെ തൊഴുതുകൊണ്ട് ദേവി പോയി എന്നാണ്. അത്ര ഒരു മഹാത്മാവായിരുന്നു ആര്? ഭരതൻ. ഭരതൻ അവിടെ ഇറങ്ങിപ്പോരും ചെയ്തു ഈ കളിയൊക്കെ കണ്ടിട്ട്. കാരണം ഭരതനെ സംബന്ധിച്ച് ഒരു വളരെ നാമജപത്തിൽ അങ്ങനെ മുഴുകി ഇതൊന്നും കണ്ടിട്ടൊരു ഭയമോ ഒരു അത്ഭുതമൊന്നും തോന്നിയില്ല. അങ്ങനെ അദ്ദേഹം പോന്നു. അങ്ങനെ കാലം വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റൊരു സംഭവം. അന്ന് ആ രാജ്യം ഭരിച്ച രാജാവ്, അദ്ദേഹത്തിന്റെ പേര് സിന്ധു സവീർ എന്നായിരുന്നു രാജ്യത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് രഘൂഗണൻ എന്നായിരുന്നു. ഇപ്പൊ രഘൂഗണ രാജാവിന് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അസ്വസ്ഥനായിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ഗുരു പറഞ്ഞു, കപില മഹർഷി ഒന്ന് പോയി കണ്ടാൽ ശരിയാവും. അപ്പൊ ഇദ്ദേഹം പല്ലക്കിലൊക്കെ കയറി, പല്ലക്ക് ചുമക്കുന്ന ആൾക്കാര് തോളിലെടുത്ത് ഇദ്ദേഹത്തിനെ കപിലാശ്രമത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചുമന്ന ഒരുത്തന്റെ വയറിനെന്തോ പ്രശ്നം. രാജൻ, എനിക്ക് ഒട്ടും ചുമക്കാൻ പറ്റില്ല, ഇനി ചുമന്നാൽ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നൊക്കെ കൈവിട്ടു പോകും. എന്നുവെച്ചാൽ വയറിന്റെ അകത്ത് വലിയ ഗുളുഗുളു ശബ്ദങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് അപ്പം പോണം. അപ്പൊ അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് ചുമക്കാൻ പറ്റില്ല. രാജാവ് പറഞ്ഞു, തന്റെ വയറിന് സുഖണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയണ്ട, എന്നെ എവിടെ എത്തിക്കണം? അപ്പൊ ബാക്കിയുള്ള 3 പേരും കൂടി തീരുമാനിച്ച് എത്രയും വേഗം ഒരുത്തനെ കണ്ടുപിടിക്കണം. കാരണം ഇവരെ ടോയ്ലറ്റിൽ പോകണം, ഇവന്റെ വയറൊക്കെ കൊളായിരിക്കുകയാണ്, ഇവരെയും കൊണ്ട് പോകാൻ പറ്റുമോ രാജാവിന്? അവസാനം ഒരുത്തനെ നോക്കുമ്പോഴാണ് ഈ ഭരതൻ ആ വഴിക്ക് വരുന്നത്. ഭരതനെ വിളിച്ച്, ഇവിടെ വാടുമോ? ഭരതനാണെങ്കിൽ ഒരു അവധൂതൻ, ആര് വിളിച്ചാലും പോവും. ചെന്നു ഒന്നും പറയാതെ കാല് തോളിൽ വെച്ചിട്ട് പറഞ്ഞു, നടക്കും. ഭരതന് മനസ്സിലായി എന്താ സംഭവം. ഇതിന്റെ മുകളിൽ ഒരുത്തനുണ്ടെന്നും അതിലൊരുത്തൻ ഇരിക്കുന്നുണ്ടെന്നും അവനെയാണ് നമ്മൾ തൂക്കുന്നത്. കാരണം ഭരതന് ഇതൊന്നും ജീവിതത്തിൽ പരിചയമുള്ള കാര്യമല്ല. അങ്ങനെ പല്ലക്കിന്റെ ഉള്ളിൽ രാജാവിൻ്റെതൊന്നും ഭരതൻ നോക്കിയില്ല. ഭരതൻ നോക്കുന്ന നടക്കുന്ന സമയത്ത് വല്ല ഉറുമ്പോ പുഴുക്കളോ വല്ലതൊക്കെ പോകുന്നുണ്ടോ എന്നാണ്. വല്ല ഉറുമ്പിനെയും കൂടെ ഒറ്റ അപ്പുറത്തേക്ക് ഒരു ചാട്ടാണ്, അതിനെ ചവിട്ടാതിരിക്കാൻ. ഈ ചാട്ടം ചാടിക്കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലിരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ്? രാജാവിന്റെ തല ചെന്ന് ഇടിക്കും.
രണ്ട് ഇടിയിടിച്ചപ്പോ രാജാവിന് നല്ല വേദന വന്നപ്പോ രാജാവ് പറഞ്ഞു, എടോ മര്യാദയ്ക്ക് ചുമക്ക് താഴെയുള്ളവനോടാ പറയുന്നത്, നീളുന്ന ശവമാണ്, ജീവിച്ചിരിക്കുന്ന ശവം, പറഞ്ഞനുസരിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അലറി. അപ്പൊ മറ്റുള്ള 3 പേരും പറഞ്ഞു, ദേ ശിക്ഷ കിട്ടും, രാജാവ് നിന്നെ ശിക്ഷിക്കും, മര്യാദയ്ക്ക് ചുമന്നോളൂ. അപ്പൊ നോക്കുമുണ്ടല്ലോ ഒരു കൂട്ടം ഉറുമ്പ് വളഞ്ഞും ആ വഴിക്ക് പോവുകയാണ്. രാജാവിന് തോന്നി ഭരതന് തോന്നി എന്തായാലും കാല് വെക്കുന്നു. ഭരതൻ തിരിച്ചാൽ അപ്പുറത്തേക്ക് 2 ചാട്ടം, ഇപ്പുറത്തേക്ക് 2 ചാട്ടം, വീണ്ടും അപ്പുറത്തേക്ക് ചാട്ടം. സോളില് പല്ലക്കെടുത്തിട്ട് അങ്ങോട്ടൊരു ചാട്ടോ ഇങ്ങോട്ട് ചാട്ടോ. അതിലിരിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ വണ്ടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ടുപോയാൽ നമുക്കറിയാലോ അതിലിരുന്ന് കുലുങ്ങുമ്പോൾ അവസ്ഥ. അപ്പൊ പല്ലക്കിലിരിക്കുന്ന ആള് രാജാവ് ഇതാ കിടക്കണം പുറത്ത്. അപ്പോഴാണ് ഭരതനെ മനസ്സിലാക്കി ഇതിന്റെ അകത്തൊരു ആളുണ്ടായിരുന്നു. കോപം കൊണ്ടലറി, ഞാൻ രാജാവാണ്, എന്നെ ശിക്ഷിക്കാൻ അധികാരമുള്ളവനാണ്, എന്നെ ഞാൻ ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞപ്പോ എന്നാ പിന്നെ തോന്നി രാജാവിനെ അവിടെ 2 വർത്തമാനം പറയാൻ. അത്രയും കാലം മിണ്ടാതിരുന്ന ഭരതൻ രാജാവിനോടാണ് ആദ്യമായി സംസാരിക്കുന്നത്. രാജാവിനോട് പറഞ്ഞു, താങ്കൾ എന്നെ തല്ലിയാലും താൻ എന്നെ ശിക്ഷിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുകയില്ല. ഇത് കേട്ടപ്പോ രാജാവ് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. കാരണം ഇതുവരെ തന്റെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു വാക്കുപയോഗിക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല. കാരണം രാജാവിന്റെ ശാസന എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ വാളെടുത്ത് വെട്ടുമല്ലോ അവര്. ഇവിടെ താൻ ശിക്ഷിച്ചാലും ഇതൊന്നും. ഇപ്പൊ രാജാവ് നോക്കുമ്പോ മനസ്സിലായി, അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും പറയുന്നതല്ല, വളരെയധികം വിനയാന്വിതനാണ്. ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല, ഇദ്ദേഹം ഒരു മഹാത്മാവാണെന്ന് മനസ്സിലാക്കിയതും രാജാവ് കാൽക്കൽ വീണ് നമസ്കരിക്കാൻ. രാജാവ് പറയുന്ന വരികള് 10-ാം അധ്യായം മുതൽ നമുക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ വളരെ മനോഹരമായൊരു ഭാഗമാണ്. രാജാവ് പറയുന്നു 17-ാം ശ്ലോകത്തിൽ, നാഹം വിശങ്കേ സുരരാജഭദ്രാൽ നൃക്ഷശൂലൽ യമസ്യ ദണ്ഡാൽ നാഗ്മ്യർക്ക സോമാനില വിത്തപാസ്ത്രാൽ ശങ്കേ പൃശം ബ്രഹ്മകുലാപമാനൽ. നാഹം വിശങ്കേ സുരരാജവജ്രാൽ, ഞാൻ ഇന്ദ്രന്റെ ചക്രത്തെ ഭയപ്പെടില്ല. എന്ന് വെച്ചാൽ ഇന്ദ്രന്റെ വജ്രായുധത്തെ ഭയപ്പെടില്ല. ഞാൻ യമരാജാവിന്റെ ദണ്ഡത്തെ ഭയപ്പെടില്ല. ഞാൻ പരമശിവന്റെ തൃശൂലത്തെ ഭയപ്പെടില്ല. ഞാൻ അഗ്നിയെ ഭയപ്പെടുന്നില്ല. ഞാൻ ആകെ ഭയപ്പെടുന്നത് ആരെയാണ്? നിങ്ങളെപ്പോലുള്ള മഹാന്മാരെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ അപരാധം ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒരു അറിയാതെ പറ്റിയ തെറ്റിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങയെ ഞാൻ ശിക്ഷിച്ചാലും അതൊന്നും അങ്ങയെ ബാധിക്കില്ല. അതെനിക്ക് മനസ്സിലായില്ല. അതിനൊരു ഉദാഹരണം പറയണേ. ഇവിടെ 22-ാം ശ്ലോകം എന്ത് നല്ലൊരു ഉദാഹരണമാണ് നോക്കൂ. താല്യഗ്നിതാപൽ, കാണുന്നുണ്ടോ? താല്യഗ്നിതാപൽ പയസോവിതാപ തത്താപതണ്ഡുല ഗർഭരന്ത്രി തൽ ദേഹേന്ദ്രിയാസ്വാശ്യ സന്നികർഷാൽ സൽസംസതി പുരുഷസ്യാനുരോധാൽ. കാണുന്നുണ്ടോ? കണ്ടോ? എന്താ പറയണത്? ഒരു പാത്രം അടുപ്പിൽ വെച്ചു. താലി എന്ന് പറഞ്ഞ പാത്രം, താലി പാത്രം, അത് അടുപ്പിൽ വെച്ച് തീ കൂട്ടി, അഗ്നി. അപ്പൊ തീർച്ചയായിട്ടും പാത്രത്തിൽ എന്ത് പറ്റും? ചൂട് തട്ടും. അതിലേക്ക് എന്താ ഒഴിക്കേണ്ടത്? താപസ എന്താണ്? താപാൽ പയസോപിതാപം. പയസം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം നടത്താം, അല്ലെങ്കിൽ പാല് നടത്തമുണ്ട്. അപ്പൊ പാലോ വെള്ളോ ഏതിലേക്ക് ഒഴിച്ചു? പാത്രത്തിലേക്ക് ഒഴിച്ചാൽ പയസോപിതാപ. അതിനും എന്ത് വന്നു? ചൂട് കിട്ടി. അതിലേക്ക് തണ്ടുലം, തണ്ടുലം എന്ന് പറഞ്ഞാൽ അരി, അതിട്ട് കഴിഞ്ഞാൽ അതിനും ചൂട് കിട്ടി. അപ്പൊ പാത്രത്തിന്റെ ചൂട് വെള്ളത്തിലും വെള്ളത്തിന്റെ ചൂട് വെള്ളത്തിലിടുന്ന അരിക്കും കിട്ടും എന്നുള്ളത് ഉറപ്പല്ലേ? ഇതുപോലെയല്ലേ അങ്ങയെ ഞാൻ ചീത്ത വിളിക്കും. അപ്പൊ ഇവിടെ പാത്രം എന്ന് പറയുന്നത് ശരീരം എന്നാണ്, വെള്ളം മനസ്സാണ്, അരി എന്ന് പറയുന്നത് ജീവനെയാണ്, ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്റെ ശരീരത്തിലൂടെ കയറുന്ന ഈ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ എന്റെ ശരീരത്തിന് കിട്ടുന്ന പ്രഹരങ്ങൾ, വേദനകൾ, അത് മനസ്സിനെയും ഞാനെന്ന ജീവനെയും ബാധിക്കില്ലയോ? പറയൂ, ബാധിക്കും. അപ്പൊ അങ്ങ് പറഞ്ഞു ഇതൊന്നും അങ്ങയെ, ഇതെങ്ങനെ യോജിക്കും? ഇതെന്താ അങ്ങ് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അതിനങ്ങോട്ട് വിശദമായ ഉത്തരമാണ് 12ഉം 13. അപ്പൊ നമുക്ക് നോക്കാം. അകോവിത കോവിത വാദവാദൻ വദസ്യതോനാതിവിധം വരിഷ്ഠ നൂരയോഗി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി തദൈവ രാജന്നുരുഗാർഹേകമേത വിധാന വിദ്യോരു വിജുംപിതേഷു വേദവാദേഷു തത്വവാദ പ്രായേണ ശുദ്ധോ ജഗാസ്തി സാധു. അകോവിത കോവിത, അങ്ങ് വലിയ പണ്ഡിതനെ പോലെയൊക്കെ, എല്ലാവരും വലിയ അറിവുള്ളവരെ പോലെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും
എല്ലാവരും എന്താണ്? അകോപിതന്മാരാണ്. എന്ന് വെച്ചാൽ തന്റെ ജീവിത പ്രശ്നങ്ങളെ വേണ്ട പോലെ, വേദനകളെ മറികടക്കാൻ കഴിയാത്തവരാണ്. എല്ലാവരും വലിയ തത്വങ്ങളൊക്കെ പറയും, പക്ഷെ ജീവിത പ്രശ്നങ്ങൾ വന്നാൽ ഇരുന്ന് നരകവും ദുരിതവും അനുഭവിക്കും. മറ്റുള്ളവർക്കൊക്കെ ഒരു പക്ഷേ നമുക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ ഉണ്ടാവും. മക്കളെയൊക്കെ നിങ്ങൾ ഉപദേശിക്കും, മോളെ അങ്ങനെയല്ല, മോനെ ഇങ്ങനെയല്ല. പക്ഷെ എന്തെങ്കിലും ദുരിതം നിങ്ങൾക്ക് വന്നാലോ ഇരുന്ന് ngേ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് മോങ്ങിക്കരയും ചെയ്യും. ആണോ? എന്തോന്നും ഇടാത്തത് നിങ്ങൾ. എല്ലാവരും മറ്റുള്ളവർക്ക് വലിയ ബുദ്ധി ഉപദേശിക്കാനും അവനവന്റെ ജീവിതത്തിലെ ദുരിതങ്ങളെ നേരിടാൻ എന്തോന്നും ഇടാത്തത് നിങ്ങൾ കഴിവില്ലാത്തവരാണ്. അതുകൊണ്ട് രാജൻ അങ്ങ് ഈ ഗൃഹജീവിതം കൊണ്ടു നടന്ന് അങ്ങ് അതിൽ തന്നെയാണ് ജീവിതം സത്യമാണെന്ന് കരുതി ആത്മീയതയ്ക്ക് അങ്ങോട്ടും പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് ഇപ്പൊ കടന്ന് അങ്ങ് ദുരിതം അനുഭവിക്കുകയാണ്. അപ്പൊ വാസ്തവത്തിൽ ദുരിതങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നതിന് കാരണം നോക്കൂ, അതിഗംഭീരമായ ശ്ലോകമാണ് 6-ാം ശ്ലോകം. ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപവന്നം ഫലമാവിനക്തി ആലിംഗ്യമായാരിതന്തരാത്മാ സ്വദേഹിനം സംസരി ചക്രകൂട. ഒന്നുകിൽ ദുഃഖം, അതിൽ തന്നെ തീവ്രത കുറഞ്ഞ ദുഃഖങ്ങളും ഉണ്ടാവുമോ? ഇപ്പൊ നോക്കൂ, നിങ്ങൾ അവിടെ ഇരിക്കുന്നു, മഴ ഇങ്ങോട്ട് നല്ലോണം പെയ്തു കഴിഞ്ഞാൽ ദുഃഖം തന്നെയാണ്. കാരണം കാലിന്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോവുക. മനസ്സിലായില്ലേ? ഇവിടെയാണെങ്കിൽ കാല് കഴിയിപ്പിച്ചിട്ടേ സപ്താഹം കേൾക്കൂ എന്നുള്ളൊരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ മഴ പെയ്താൽ ബുദ്ധിമുട്ടാണ്. ആണോ? മഴക്കാലാണ്. ഇതുവരെ മഴ പെയ്യാത്തതുള്ള ദുഃഖമായിരുന്നു. ഇപ്പൊ പെയ്തു തുടങ്ങിയപ്പോൾ അതിലേറെ ദുഃഖമായിരുന്നു. ആണോ മനുഷ്യന്റെ അവസ്ഥ? നോക്കൂ നിങ്ങൾ. ആണോ അല്ലയോ? ഈ ദുഃഖം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഒരു നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണോ എല്ലാം? ആണോ അല്ലയോ? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നിയന്ത്രണത്തിലുള്ളത്? പുറത്തുള്ളതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല. ഇവിടെ ആകെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? മനസ്സാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതെന്ന് നല്ലോണം ബോധം ഉണ്ടാവും. ഏതിലെ നിയന്ത്രണമുള്ളൂ? ആരുടെ മനസ്സ്? ഇപ്പൊ രോഗങ്ങൾ വന്നു, ഇപ്പൊ കാലിനോ കൈക്കോ മുട്ടിനോ ഒക്കെ വേദന വന്നാൽ അത് നമ്മുടെ നിയന്ത്രണത്തിലാണോ? പറയൂ. ഒരു പ്രായമായാൽ പല്ലിനൊക്കെ കേടുവരില്ലേ? വരില്ല. നമ്മുടെ ഡോക്ടറുടെ അടുത്തൊക്കെ പോയി മാറ്റി വെക്കണം, എന്നാലൊരു വേദന അനുഭവിക്കേണ്ടതില്ലേ? ഉണ്ടോ ഇല്ലയോ? ഒരു പ്രായമായ കണ്ണിനൊക്കെ കാഴ്ച കുറയില്ലേ? വീട്ടിൽ 2 ഭർത്താവിനെയൊക്കെ കാണില്ലേ? കാറ്ററാക്ക് ഒക്കെ വന്ന് ചില സമയത്ത് ഒന്നായ നിന്നയിക രണ്ടെന്നൊക്കെ കാണും. അതൊക്കെ കാണും. ഡോക്ടറെ അടുത്ത് ചെന്നു, കാറ്ററാക്ക് വന്നിട്ടേ ഡോക്ടർ ചോദിച്ചു, എന്താ പ്രശ്നം? എന്റെ വീട്ടിലെ 2 ഭർത്താവ്. കാരണം ഒന്നായ നിന്നെ 2ആയി കാണുന്നത്. അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ് ഇയാളോട്, അതിന് നിങ്ങൾ എന്തിനാ 3 പേര് വന്നതെന്ന്. അപ്പൊ ഡോക്ടർക്ക് ഈ പേഷ്യന്റിനെ കണ്ട് സ്വന്തം കണ്ണ് ചെക്ക് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഡോക്ടർക്കും സിവിയർ കാറ്ററാക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങോരിപ്പോ കാണുന്നത് ഒരു പേഷ്യന്റൊക്കെ 1-3 കാണുന്നത് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല ആരോഗ്യ പ്രശ്നങ്ങളും വരും. ഉണ്ടോ? ഇതൊക്കെ വരും. ഇതൊക്കെ വരുമ്പോഴും നമുക്ക് പുറത്ത് നിയന്ത്രിക്കാൻ കഴിയില്ല. ആകെ നിയന്ത്രണം എവിടെയുള്ളൂ? മനസ്സ്. അതിനും നിയന്ത്രണം ഇല്ലെങ്കിലോ പിന്നെ അനുഭവിച്ചു തീർക്കുക. അപ്പൊ ഇവിടെ അനുഭവങ്ങളൊക്കെ മാറ്റിമറയ്ക്കണമെങ്കിൽ ഏതിനെ നിയന്ത്രിക്കണം? മനസ്സിനെ നിയന്ത്രിക്കുക പറഞ്ഞാൽ എന്താണ്? മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതാണ് മനസ്സ്. ആണോ? വെറുതെ ഇരിക്കുമോ മനസ്സ്? എന്തെങ്കിലും ചിന്തിക്കും. അപ്പൊ അതിന്റെ ചിന്തകളുടെ ട്രാക്ക് ഏതിലേക്ക് തിരിച്ചു വിട്ടേക്കണം? നാമജപത്തിലേക്ക് തിരിച്ചുവിടണം. ഏതിലേക്ക്? ഇപ്പൊ മനസ്സിനെ കൊണ്ട് നാമം ജപിപ്പിച്ചെടുക്കാൻ സാധിച്ചുവെങ്കിൽ വലിയ വിജയമാണ്. ഏതിനെ കൊണ്ട്? പറയൂ. മനസ്സിനെ കൊണ്ട് നാമം ജപിപ്പിച്ചെടുക്കാൻ വലിയ വിജയം എന്ന് പറഞ്ഞാല് നാമം ജപിക്കുമ്പോഴും മനസ്സിന്റെ നല്ലൊരു ഭാഗം വേറെ ലോകത്തിലാണ്. അപ്പൊ മനസ്സിനെ പൂർണ്ണമായി നാമത്തിലേക്ക് കൊണ്ടുവരൽ എളുപ്പാണോ? അതിലൊരാൾക്ക് സാധിച്ചാൽ ഒരാളുടെ ജീവിതം വൻ വിജയമായി. അപ്പൊ അതാണ് നമുക്കുള്ള ട്രെയിനിങ്. മനസ്സിനെ പൂർണ്ണമായി ഏതിലേക്ക് കൊണ്ടുവരണം? നാമത്തിലെ. അത് മെനക്കെട്ടാ കിട്ടും. നല്ലവണ്ണം മെനക്കെടണം. പണ്ട് കാലത്ത് അരി ആട്ടിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? അരി അരച്ചിട്ടുള്ളവർ കല്ലില് അരച്ചിട്ടുണ്ടോ? ഈ ഉഴുന്നൊക്കെ അരയ്ക്കുമ്പോ, ഉഴുന്ന് നിങ്ങൾ ആട്ടുന്ന സമയത്ത് ഉഴുന്നൊക്കെ എന്ത് ചെയ്യും? ആദ്യം തെന്നി പുറത്തേക്ക് പോകും, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? പിന്നെ എന്ത് ചെയ്യും? അതിനെ വീണ്ടും കൂട്ടി കല്ലിന്റെ അടുത്തേക്ക് കൊണ്ടുവരും, അല്ലെ? ആ കുഴിയിലേക്ക് കൊണ്ടുവരും. ആണോ? അതൊന്ന് പൊടിഞ്ഞു കിട്ടാൻ ആദ്യത്തിന് ബുദ്ധിമുട്ടാണോ? പിന്നെ പൊടിഞ്ഞു അത് പേസ്റ്റായി മാറും, അല്ലെ? അങ്ങനെയല്ലേ? പേസ്റ്റായി പിന്നെ കല്ലിനെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുമോ? അത് പേസ്റ്റും ആ കല്ലും അങ്ങോട്ട് ഒട്ടി ജാമായി തീരും. ആണോ അല്ലയോ? അത്ര ടൈറ്റായിട്ട് മാറും. ആദ്യമൊക്കെ നിങ്ങൾ ഒരു കൈയോട്ട് മാനേജ് ചെയ്യാവുന്നത്, പിന്നെ 2 കൈ, അത്രയും ഫലം വേണം. ഇതുപോലെയാണ് നാമം എന്ന് പറയുന്നത്.
ഈ മനസ്സിൽ നാമമിട്ടിട്ട് ആട്ടുമ്പോ നാമം തെറിച്ചു പോകും. കാരണം ഇതിന്റെ ഉള്ളിൽ വേറെ സാധനങ്ങൾ കിടക്ക്. അവര് 7-ലും 8-ലും അടുപ്പിക്കില്ല നാമത്തിനെ. കാരണം അപ്പോഴേക്കും മക്കളെ കുറിച്ച് ചിന്ത, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളുടെ ചിന്ത, ഇതൊക്കെ ഉള്ളിലുണ്ടാവൂ. അവര് നാമത്തിന് എന്ത് ചെയ്യും? തെറിപ്പിച്ച് കളയും. അപ്പൊ നമ്മുടെ ജോലിയാണ് വീണ്ടും വീണ്ടും കൂട്ടി നാമത്തിനെ മനസ്സിലിട്ട് അരച്ച് അങ്ങനെ കുറെ കഴിഞ്ഞാൽ നാമവും മനസ്സും ഒരിക്കലും വിടാൻ പറ്റാത്തൊരു ബന്ധത്തിലേക്ക് വരും. എത്ര പേർക്ക് അങ്ങനെയൊക്കെ കുറെ കിട്ടിയവരുണ്ട്? കുറച്ചൊരു അങ്ങനെ ഉറച്ചു വന്നവർ എത്ര പേരുണ്ട്? കുറച്ചു പേര്. ആട്ടാൻ തുടങ്ങിയവർ എത്ര പേരുണ്ട്? വീട്ടുകാരല്ല, നാട്ടുകാരല്ല, മനസ്സിലിട്ടിട്ട് നാമം ആട്ടാൻ തുടങ്ങിയവർ എത്ര പേരുണ്ട്? കുറെ പേര്. ഇതുവരെ ആട്ടാത്തവർ എത്ര പേരുണ്ട്? ഈ ജന്മം ഇനി ആട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ എത്ര പേരുണ്ട്? അങ്ങനെ ഉണ്ടാവുമായിരിക്കും കുറച്ചു പേര്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരമായി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മാറ്റങ്ങൾ ഉറക്കെ പറയൂ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മളല്ലാതെ ആർക്ക് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾക്ക് നേടിത്തരാൻ ഉറക്കെ പറയൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അവനവന് വേണ്ടി ആര് നാമം ചൊല്ലണം. ഇത് മക്കൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ട് കിട്ടും അവർക്ക്. അവരെ കൊണ്ടും എന്ത് ചെയ്യിക്കണം? ഉറക്കെ പറയൂ. നാമം ചൊല്ലിക്കന്നെ വേണം. അവസാനം നാമവും മനസ്സും ഒരു സെറ്റായി ഒന്നായി മാറും. രണ്ടായ നിന്നയിക വീണ്ടും പണ്ടേ കണക്ക് വരും. അത് രണ്ടും കൂടി ചേർന്ന് വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മനസ്സിന്റെ ശക്തി വളരെ വളരെ കൂടുതൽ വരും. അതുകൊണ്ട് സുഖവും ദുഃഖവും ഇതൊക്കെ വരുന്നതിന് കാരണം ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപപന്നം. കാലം എന്ന് പറഞ്ഞാൽ അർത്ഥം മുമ്പ് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയൊക്കെ കർമ്മഫലം തരുന്നത് ആരാണ്? കാലം. മുമ്പ് ചെയ്തു കൂട്ടി. ഇപ്പൊ നമുക്ക് ഈ പെയ്യുന്ന മഴയൊക്കെ മുമ്പ് നീരാവിയായി പോയ വെള്ളം തന്നെയല്ലേ? ആണോ അല്ലയോ? ഈ ഭൂമിയിൽ നിന്ന് പോയ വെള്ളം തന്നെയല്ലേ? അല്ല. ഇവിടുന്ന് പോയതൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ മുമ്പ് ചെയ്ത കർമ്മത്തിന്റെ ഫലം തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന പോലെ നമ്മളൊക്കെ ചെയ്തിരിക്കുന്ന ഓരോ കർമ്മങ്ങൾക്കും ഫലം കൃത്യമായ സമയത്തിന് കാലം നമുക്ക് തരും. അപ്പൊ അതുകൊണ്ട് കാലോപപന്നം ഫലമാവിനെത്തി ആലിംഗ്യമായ രതിതന്തരാത്മാ. അതിനെ പോയി എന്ത് ചെയ്യരുത്? ഈ ദുരിത ദുഃഖങ്ങളെ പോയി ആലിംഗനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് തന്നെ വീണ്ടും വീണ്ടും അയവിറക്കരുത്. വിവേകത്തോടുകൂടി ചിന്തിക്കണ്ടേ? ഇപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ഇലക്ട്രിക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഭർത്താവ് പോയി ഇലക്ട്രിക് വയർ തൊട്ടു, അതാണെങ്കിൽ ലൂസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അതിൽ ഷോക്ക് അടിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിനെ പോയി കൈ പിടിച്ചിട്ട് വലിക്കുവോ? അയ്യോ രക്ഷ എന്തോ പിടി ആള് പോയോ എന്ന് പറഞ്ഞ് ബഹളുണ്ടാക്കുവോ? ഷോക്ക് അടിച്ചിരിക്കുന്ന ഒരാളെ പോയി നിങ്ങൾ പിടിച്ചു വലിച്ചു മാറ്റുവോ? ബോധമില്ലാത്തവർ അത് ചെയ്യും ചിലപ്പം. ആ സമയത്ത് തോന്നില്ല എന്ത്? ഒരു ഉണങ്ങിയ കമ്പ് കിട്ടണമെന്നും എന്നിട്ട് ആ വയറിനെ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നൊക്കെ തോന്നുമോ? പെട്ടെന്ന് തോന്നുമോ? അതൊക്കെ തോന്നില്ല. അപ്പൊ തോന്നുക അയ്യോ നമ്മുടെ ആള് പോയാലോ എന്ന് വിചാരിച്ചിട്ട് കയറി ഒരു പിടുത്തം. പിന്നെ രണ്ടുപേരും കൂടിയും ഇരുന്നത്തുള്ളത് കാണാം. കാരണം ഷോക്ക് അടിച്ചിരിക്കുകയാണ്. ഷോക്ക് അടിച്ചിരിക്കുന്ന ഒരാളെ തൊട്ടാൽ പിടിക്കുന്നവരും ഷോക്ക് അടിക്കുന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പോയി അയവിറക്കിയാൽ അത് തന്നെ ജീവിത അനുഭവങ്ങളായി മാറും. ആരാ ദുരിതം ഉണ്ടാക്കുന്ന അറിയോ? കാലമല്ല. നമ്മൾ അത് കയറി പിടിച്ച് അതിനെ തന്നെ മുറുകെ പിടിച്ച് അത് തന്നെ വീണ്ടും വീണ്ടും അയവിറക്കി നാട്ടുകാർക്കൊക്കെ അങ്ങോട്ട് സപ്ലൈ ചെയ്യും. എല്ലാവരും. ചിലരാണെങ്കിൽ കാത്തിരിക്കുകയാണ് ഓരോരോ വിഷമങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളോട് വീണ്ടും അവർ അതന്നെ പറയും. ഉണ്ടോ? ചിലവർ അങ്ങനെ ഒരു വിഷമങ്ങൾ പറയുന്ന ഒരു എക്സ്പേർട്ടുകളാണ് അവർ. എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? അതുകൊണ്ടാണ് ചില കുട്ടികൾ പറയണത് ഓടിക്കും അമ്മൂമ്മ വരുന്നുണ്ട് ഇപ്പൊ തുടങ്ങും പരാതികളെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മളെ കാണുമ്പോൾ അവർ ഓടി ഒളിച്ചു പോകുന്ന ആളുകളായി മാറിപ്പോകുന്നത് എന്തുകൊണ്ടാച്ചാൽ കുറെ കഴിഞ്ഞാൽ ഈ നാക്ക് വെറുതെ ഇരിക്കില്ല. ഉള്ളിൽ മുമ്പ് സ്റ്റോർ ചെയ്തതൊക്കെ നാക്കിലൂടെ പുറത്തു വരും. നിങ്ങളിപ്പോ വിചാരിക്കുന്നതൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് ആരും അറിയില്ല എന്ന്. ഈ നാക്ക് നിങ്ങളെ വെറുതെ വിടില്ല. എന്തൊക്കെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്താ മിണ്ടാത്തത് നിങ്ങള്? പ്രായമായ ഇതൊക്കെ ലൈസൻസ് പോയി, കൺട്രോൾ പോയി. പിന്നെ അങ്ങനെ അവർക്ക് പറയൂ അങ്ങോട്ട് പുറത്തു വരും. ഇല്ലേ? ചില കുട്ടികളൊക്കെ ഈ ഛർദിയെ വന്നു കഴിഞ്ഞാൽ രാവിലെ കഴിച്ചതും ഒക്കെ അങ്ങോട്ട് എല്ലാം സംഗതി വയറ്റിന്റെ അകത്ത് അങ്ങോട്ട് പോകും. ഉണ്ടോ ഇല്ലയോ? നോൺ സ്റ്റോപ്പ് അടിക്കും ഛർദി. ഉണ്ടോ ഇല്ലയോ? എന്ന് പറഞ്ഞതുപോലെ ഈ മനസ്സിൽ ഒന്നും അടക്കി വെക്കാൻ ആർക്കും സാധ്യമല്ല. പ്രായമാകുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരും. അതുകൊണ്ട് എന്ത് വേണം? ആ ഉള്ളിലുള്ളതിനെയൊക്കെ ഇപ്പോഴേ ക്ലീൻ ചെയ്തെടുത്താൽ അപ്പം സ്റ്റോക്ക് പുറത്തേക്ക് വരുന്നത് നാരായണ സ്മൃതി. അന്തേ നാരായണ സ്മൃതി. അതിനെന്താ വേണ്ടത്? അതിനുവേണ്ട അടുത്ത അധ്യായത്തിൽ പറയുന്നു 12-13 രഘൂഗണ
ഏതൽ തപസന്നയാതി ന ചേച്ഛയാ നിർവപണൽ ഗൃഹദ്വാം ന ഛന്ദസാ നൈവ ജലാഗ്നി സൂര്യേ വിനാമഹത്പാദ രജോഭിഷേകം എത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദ പ്രശ്രൂയതേ ഗ്രാമ്യ കഥാവിഗാദ നിഷേപ്യമാണോനുദിനം മുമുക്ഷോ മതിം സതിം യച്ഛതി വാസുദേവേ. എന്താ പറയുന്നത്? എത്ര പറയണ രഘൂഗണ, രഘൂഗണ രാജൻ ഇതിന് വേണ്ടത് മഹാത്മാക്കൾ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് വിനാ മഹത്പാദ രജോഭിഷേകം എന്ത് ചെയ്യണം? എത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദ. ഗുണാനുവാദം എന്നൊക്കെ പറഞ്ഞാൽ നാമജപം എന്നർത്ഥം. എന്ത് വേണം? മഹാത്മാക്കൾ പറഞ്ഞ വഴിയിലൂടെ നാമജപാദി സംസ്കാരങ്ങൾ, അതായത് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഒക്കെ കൊണ്ടു നടന്ന് ക്രമേണ മതിം സതിം വാസുദേവേ, ഈ മതി വാസുദേവേ ആരിലേക്ക് തിരിക്കണം? ഭഗവാനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഗ്രാമ്യകഥാവിഗാഥ, എല്ലാവിധത്തിലുമുള്ള നമ്മുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ, ഗ്രാമ്യകഥ എന്ന് പറഞ്ഞാൽ ദുരിത ദുഃഖങ്ങളൊക്കെ വിഘാതം എന്ന് പറഞ്ഞാൽ ഇല്ലാതായി മാറും. എല്ലാ ദുരിതങ്ങൾക്കും ഒരു അറുതി വരും. എപ്പോ മനസ്സിനെ ആരിലേക്ക് വിടണം? ഭഗവാനിലേക്ക്. എങ്ങനെയാ ഭഗവാനിലേക്ക് തിരിച്ചുവിടുക മനസ്സിനെ? അതിനാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉള്ളവരായി മാറുക. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ ആർക്ക് തന്നെ പരിഹരിക്കാം? നമുക്ക് തന്നെ പരിഹരിക്കാം. അതിനുള്ള ശക്തി എവിടെയുണ്ട്? വീണ്ടും 11-ാം അധ്യായത്തില് 13-ാം ശ്ലോകം എടുത്ത് നോക്കൂ. ക്ഷേത്രജ്ഞാത്മാ പുരുഷ പുരാണോ നാരായണ സാക്ഷാൽ സ്വയം ജ്യോതിരജപരേശ നാരായണോ ഭഗവൻ വാസുദേവ സ്വമായാത്മന്യവതീയമാന. ക്ഷേത്രജ്ഞാത്മാ, നമ്മുടെ ഉള്ളിൽ ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തിൽ ആരുണ്ട്? ക്ഷേത്രജ്ഞൻ. ക്ഷേത്രത്തെ അറിയുന്ന ബോധത്തെയാണ് എന്ത് പറയാ? ജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ആണോ? ജ്ഞാനം, അറിവ്, ജ്ഞാനി. ജ്ഞാനം, അറിവ്, ജ്ഞാനി, അറിയുന്നവൻ ആണോ? ആണോ അല്ലയോ? ഇപ്പൊ ക്ഷേത്രജ്ഞൻ, ക്ഷേത്രത്തെ അറിയുന്നവൻ, അതായത് ബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഒക്കെ അറിയാൻ പറ്റും. ആ ബോധത്തെ തന്നെയാണ് ആത്മാ എന്ന് വിളിക്കുന്നത്. പുരുഷ, പുരാണ, സ്വയം ജ്യോതി എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? കൂടെ വന്നില്ല, ഉള്ളിലുള്ള ക്ഷേത്രജ്ഞനെയാണ്. നാരായണോ, നാരായണൻ എന്ന് വിളിക്കുന്ന ആരെയാ? അപ്പൊ പുറത്തുള്ള ഒരു അമ്പലത്തിലുള്ള വിഗ്രഹത്തെയാണോ? അവർക്ക് പറയൂ, അല്ല, വാസുദേവൻ എന്ന് വിളിക്കുന്നതും ആരെയാണ്? ഉള്ളിലുള്ള ക്ഷേത്രജ്ഞനെയാണ്. ഉള്ളിൽ ക്ഷേത്രജ്ഞനായി ഭഗവാൻ ഉണ്ട്. നമുക്ക് ജീവിതം മാറ്റിമറിക്കാൻ കഴിവ് തരുന്ന, ശക്തി തരുന്ന ബോധം ഉള്ളിൽ ഉണ്ട്. അതിനെ നമ്മളൊന്ന് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. അതായത് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ബോധശക്തിയേക്കാൾ നമ്മളിൽ ചിന്താശക്തി പ്രബലമാണ്. ഇതാണ്, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു അവസരം അലസരമായത്. ആ ചിന്താശക്തിയെ മറികടക്കാൻ ആർക്ക് സാധിക്കുന്നോ അവര് ബോധശക്തിയിലേക്ക് എത്തും. ഇറ്റ് ഈസ് എ ബോധം വേഴ്സസ് ചിന്തയാണ്. ബോധം വേഴ്സസ് ചിന്ത. ഒരു വശത്ത് ബോധശക്തിയും ഒരു വശത്ത് നമ്മൾ ഇത്രയും കാലം ആർജിച്ചെടുത്ത ചിന്തകളാണ്. അതുകൊണ്ടാണ് പലർക്കും ഒരു മാറ്റം സംഭവിക്കുമെന്ന് തോന്നാത്തത്. കാരണം അത്രയും അവരിൽ ചിന്തകൾ വളരെ പവർഫുൾ ആണ്. അപ്പൊ പവർഫുൾ ആയിരിക്കുന്ന ചിന്തയുള്ള ഒരാൾക്ക് ബോധശക്തിയിലേക്ക് ഉയരൽ അത്ര എളുപ്പമല്ല. കാരണം അതിനാര് തടസ്സം സൃഷ്ടിക്കും? അവര് ചിന്തകൾ എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ജീവിത രീതികൾ, അവരുടെ അലസത, അവരുടെ അവശത, അവരുടെ ശീലങ്ങൾ, ഇതൊന്നും ഒരാളെ പെട്ടെന്ന് മാറാൻ, നമുക്ക് കള്ളുകുടിച്ചവന് ശീലിച്ചവന് കള്ളില്ലാതെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അവര് വേണമെങ്കിൽ പുറത്തു കടക്കാം. ശബരിമല സീസണിലൊക്കെ ആളുകൾ കൺട്രോൾ ചെയ്യുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ അവന്റെ ബോധമണ്ഡലത്തിന് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ അവന്റെ ചിന്തയുടെ ശക്തി വളരെ തീവ്രമായതുകൊണ്ട് അവൻ ആ ചിന്താശക്തിയിൽ നിന്നും ബോധശക്തിയിലേക്ക് പരിവർത്തനം വരൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ പറഞ്ഞ ക്ഷുരസ്യധാരാ നിശിതാതുരത്തിയ. ഇതെന്താ, എങ്ങനെയാണ് ഈ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മൂർച്ചയുള്ള വാളിന്റെ മുകളിലൂടെ നടക്കുന്ന പോലെയാണ് ഈ മാർഗം. ക്ഷുരസ്യധാര എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള വാള്, അതിന്റെ മുകളിൽ കൂടെ നടക്കുന്ന പോലെയാണ്. അത്ര എളുപ്പത്തിലൊന്നും മാനസികമായി ഉയരാൻ ഈ ചിന്തകൾ നമ്മളെ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? ഉത്തിഷ്ഠത ജാഗ്രത. ഇതൊക്കെ കഠോപനിഷത്തിൽ പറയും. കൃഷ്ണൻ പറയും, കാലേന ആത്മനിവിന്ദതി. എന്ത് ചെയ്യണം? കാലം കൊണ്ട് ആത്മനിവിന്ദതി. ഗീതയില് 6-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം ശ്ലോകം എടുക്കുക. ഒറ്റയടിക്ക് നമുക്ക് മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ പറ്റില്ല. ബോധശക്തിയിലേക്ക് ഉയരാൻ പറ്റില്ല. അപ്പൊ അതിനാണ് കൃഷ്ണൻ വഴി പറഞ്ഞു തരുന്നത്. ശനൈശനൈരുപരമേത്.
കണ്ടോ 6:25 ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയ ആത്മസംസ്തംഭനകൃത്വ നകിഞ്ചിത പിന്നെ ചിന്തയെ. ശനൈ ശനൈ എന്ന് വെച്ചാൽ എന്താണ്? ഒരു തീരുമാനം ഉറച്ചെടുത്ത് ദൃഢപ്രതിജ്ഞയില് ശനൈ ശനൈ എന്ത് ചെയ്യണം? മനസ്സിനെ, അതാണ് ഈ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. ഒരു കൃത്യനിഷ്ഠ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരിക്കലും ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ശീലമായാൽ പിന്നെ നിങ്ങളെ തളർത്താൻ മനസ്സിനൊരിക്കലും സാധ്യത. തുടക്കക്കാർക്കൊരു ഇത്തിരി അലസത കയറി പിടിക്കും. അയ്യോ, ഇത്രയും കാലം ഞാൻ രാവിലെ എണീറ്റിട്ടില്ല, ഇനിയിപ്പോ എണീറ്റ് കഴിഞ്ഞാൽ നട്ടലിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രാവിലെ എണീക്കരുത്, കിഡ്നി പോകുന്നതാണ്. ഇപ്പൊ ചട്നി പോയാലും കുഴപ്പമില്ല, കിഡ്നി പോകരുത്. അങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മള് കൃത്യനിഷ്ഠ ഇല്ലാതെയാക്കും. ആണോ? ഒരു ഭാര്യ വിചാരിക്കുക നന്നാവണമെന്ന് വിചാരിച്ചാൽ ഭർത്താവ് പറയും, ഭർത്താവ് ഞണ്ടിന്റെ സ്വഭാവം കാണിക്കും. ശാരദ, ഇത്രയും കാലം നോക്കൂ, ഡോക്ടർ നിന്നോട് BP ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? നീ രാവിലെ എണീറ്റിട്ട് BP കൂടിയാൽ എന്നോട് പറയരുതൊന്നും, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. അതോടുകൂടി ശാരദയുടെ BP തീർന്നില്ലേ? ഭാരത അവിടെ തന്നെ കടന്നു. അതുകൊണ്ട് ശാന്താകാരം ഭുജകചയനം പത്മനാഭം സുരേഷം കഴിഞ്ഞു. പിന്നെ ഈ ജന്മം നേരെയാവൂ. അതുകൊണ്ട് എന്ത് വേണം? BP അല്ല, എന്തു വന്നാലും ഞാൻ 6 മണിക്ക് എണീക്കുന്നു പറഞ്ഞാൽ 6 മണിക്കല്ല, ഒരു 5 മണിക്ക് എണീക്കുന്നു പറഞ്ഞാൽ, ഇവിടെ കുറെ പേര് 6 മണിക്ക് എണീക്കുന്നവരുണ്ട്. അതാണ് ഞാൻ അറിയാതെ 6 മണിക്ക് എന്ന് പറഞ്ഞാൽ. 5 മണിക്ക് എണീക്കുന്നവരുണ്ടോ? കണ്ടില്ലേ, കൈ എത്ര കുറവാ നോക്കും. 6 മണിക്ക് എണീക്കുന്നവർ എത്ര പേരുണ്ട്? കുറച്ചു പേരുണ്ട്. തീരെ എണീക്കാത്തവർ എത്ര പേരുണ്ട്? അതുണ്ടാവും. പിന്നെ എണീറ്റിട്ട് ബാത്റൂം പോയി വീണ്ടും കിടന്നുറങ്ങുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ള ടീമുണ്ട്. ബ്രഹ്മമുഹൂർത്തല്ല, ബ്രഹ്മമൂത്രം ഉണ്ട് അവർക്ക്. ഇതാണ് കുറെ ടീം. അപ്പൊ നന്നാവണമെന്ന് വിചാരിച്ചാൽ പോലും പ്രകൃതി നമ്മളെ നന്നാവാൻ അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഒരു ദൃഢനിശ്ചയം. ഞാൻ എണീറ്റിരിക്കുന്നു പറഞ്ഞാൽ അവർക്ക് പറയൂ, എത്ര പേർക്ക് അങ്ങനെ തീരുമാനിക്കാനുള്ള ധൈര്യമുണ്ട്? ഞാൻ 5 മണിക്ക് എണീക്കും. അങ്ങനെ ശീലിച്ചു നോക്കൂ നിങ്ങൾ. തുടക്കത്തിലൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, തുടക്കത്തില്. പിന്നെ അതൊരു, ഞാൻ 4 മണിക്ക് എണീക്കുന്ന ആളാണ് കൃത്യമായിട്ട്. എനിക്ക് അലാമം നമ്മുടെ എനിക്ക് ശീലിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പല ടൈം സോണുകളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കും, നമ്മൾ അറിയാതെ നമ്മൾ എണീക്കും. കാരണം അതൊരിക്കലൊരു ഉറക്കം സെറ്റായി കഴിഞ്ഞാൽ, ഇത്ര മണിക്കൂർ ഉറക്കം വേണം. അത് സെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ, ഉറക്കത്തിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി കൃത്യമായി എണീക്കത്. അലാമിന്റെ ആവശ്യമില്ല. ഞാൻ നോക്കിയിട്ട് ഓൾമോസ്റ്റ് 4 മണിയാകുമ്പോൾ വിദേശത്താകുമ്പോൾ നമ്മൾ അറിയാതെ എണീക്കുന്നുണ്ട്. ആ ഉറക്കം സെറ്റാക്കി കൊടുക്കണം. നമുക്കറിയണം ഇത്ര മണിക്കൂറാണ് ഞാൻ ഉറങ്ങാൻ എടുക്കുന്നത്. ഇത്രയും സമയം ഉണ്ടെങ്കിലേ ആ ഉറക്കം ശരിയാവുള്ളൂ. ഇത് സെറ്റാക്കി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശീലം ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ ഒട്ടനവധി ആളുകൾ രോഗികളാവുന്നത് ഈ ഉറക്ക ശീലങ്ങളൊന്നും ഒക്കെ രാത്രി കിടന്ന് തോണ്ടി 11-11:30 വരെ തോണ്ടി, പിന്നെ എല്ലാവരും കൂടി തോണ്ടിയിടാതിരിക്കുമോ നിങ്ങളെ? അവസാനം അങ്ങനെ ശീലിച്ചു പോയി. ഒരു 10 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് എടുത്തു വെച്ച് അങ്ങോട്ട് ഉറങ്ങുന്ന ശീലം വെച്ച് നോക്കൂ. ഇപ്പൊ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റും. ഇപ്പൊ ഈ രാത്രി ഉറക്കം ശരിയായാലേ അതുകൊണ്ടാണ് സാധന ചെയ്യാൻ പറ്റാത്തത് പലർ. ശനൈരുപരമേത് ശനൈ പതുക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് ആത്മനി എന്താണ് ശനൈരുപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയ ആത്മസംസ്തംഭനകൃത്വ. അങ്ങനെ കണ്ണടച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്ന് ജപവും ധ്യാനം. ഇപ്പൊ തുടക്കത്തിലൊക്കെ വിഷ്ണു സഹസ്രം നോക്കി വായിച്ച് പിന്നെ അത് മനപ്പാടാവും. പിന്നെ കണ്ണടച്ചുറക്കെ ചൊല്ലി ശീലിക്കുക. അപ്പൊ നിങ്ങൾ കണ്ണടച്ച് ചൊല്ലുമ്പോൾ എന്തുണ്ടാവും? അതിലേക്കുള്ള ലയം അവർക്ക് പറയൂ കൂടി വരും. ക്രമേണ നാമത്തിൽ തന്നെ മനസ്സ് ലയിപ്പിച്ചൊരു ആത്മസുഖം അനുഭവിക്കാൻ അപ്പൊ നമുക്ക് മനസ്സിലാവും. സുഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സുഖമാണ് ഏത്? അവർക്ക് പറയൂ ആത്മസുഖം എന്നുള്ളത് ഒരു സുഖമുണ്ട്. അത് വേറൊരാളും തരേണ്ട കാര്യമില്ല. അതെനിക്ക് തന്നെ ഉള്ളിൽ കണ്ടെത്താൻ സാധിക്കും. ഇത് കൈവരിക്കണം. ഇതിനൊക്കെ നിരന്തരമായ പരിശീലനം വേണം. എന്നിട്ട് അടുത്ത വരി പറയണം, നോക്കൂ നിങ്ങൾ. യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം. മനസ്സെപ്പോഴും എങ്ങനെയാണ്? ചഞ്ചലമാണ്. അത് പലതിലേക്കും കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കണ്ണടച്ച് ജപിക്കുമ്പോഴേക്കും അപ്പോഴേക്കും പറയും, ഫ്രിഡ്ജിൽ പാല് തീർന്നോ? ഫ്രിഡ്ജിലേക്ക് പോകും, പാല് തീർന്നു നോക്കും, ഗ്യാസ് തീർന്നു എന്ന് ഓർമ്മ വരും, അല്ലെങ്കിൽ പൈസ എവിടെ എടുത്തു വെച്ചെന്ന് ഓർമ്മ വരും. ഉണ്ടോ ഇല്ലയോ? ഒരു 100 കാര്യങ്ങളെ കുറിച്ച് ആര് ചിന്തിക്കും? ഇനി മൊബൈലും കൂടെ അടുത്ത് വെച്ചിട്ടാണ് നാമം ചൊല്ലുന്നെങ്കിലോ? വിശ്വവഷക്കാരൊട്ടിയും ഒരു ശബ്ദം. പിന്നെ ഏത് ഭൂതാ വിളിച്ചെന്നല്ലേ ഓർമ്മ വരിക? അല്ലെങ്കിൽ ഏത് ഭൂതാ മെസ്സേജ് അയച്ചെന്നല്ലേ ഓർമ്മ വരിക? മനസ്സിനെ അങ്ങനെ പിടിച്ചു നിർത്തൽ അത്ര എളുപ്പമല്ല. എന്നാലും എന്ത് ചെയ്യണം? യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോതിയമ്മേ. വീണ്ടും ഓർമ്മ വേണം. ഞാൻ നാമജപത്തിൽ ഉറപ്പിച്ച് എന്റെ എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മൊബൈൽ നോക്കുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് എണീക്കുള്ളൂ. അതൊരു പ്രതിജ്ഞ പോലെ കൊണ്ടു നടന്നാൽ ക്രമേണ നാമജപം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും. വേണോ വേണ്ടയോ?
പറയൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് പരിശീലിച്ചു നോക്കൂ. നിങ്ങളെ കൊണ്ട് ഒരു ഉപദ്രവവും മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. പ്രായമാകും തോറും മനസ്സിന്റെ ശക്തി ക്രമാതീതമായി കൂടി മരണത്തെ പോലും ഭയമുണ്ടാവില്ല. ഏതിനെപ്പോലും മരണം ഇപ്പോൾ നമുക്ക് ഭയമുള്ളതിന് കാരണം മനസ്സ് വളരെ ദുർബലമായതുകൊണ്ടാണ്. ദുർബലത കൂടുന്തോറും ഭയവും ദുഃഖവും കൂടുതലായിരിക്കും. ഇപ്രകാരം ഈ ഒരു ഭാഗവും പറഞ്ഞ് പിന്നീട് ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഭഗവാൻ, ഞാൻ പറഞ്ഞു, നമുക്ക് 30 കോടി ദൈവങ്ങളല്ല ഉള്ളത്, നമുക്ക് 30 കോടി ആരാണ്? നമുക്ക് ദൈവം എന്ന വാക്കിനർത്ഥം ദിവ് പറഞ്ഞ ഉള്ളിലുള്ള ആത്മജ്യോതിയാണ് ആര്? ഭഗവാൻ. അപ്പൊ പുറത്തുള്ള രൂപങ്ങളൊക്കെ ശിവനായാലും അയ്യപ്പനായാലും എല്ലാവരും നമുക്ക് ആരാണ്? ഗുരുക്കന്മാരാണ്. അതൊന്നുകൂടി ഓർമ്മിക്കുകയാണ്. 19-ാമത്തെ 5-ാം സ്കന്ധം 19-ാം അധ്യായത്തില് 5-ാം ശ്ലോകം അതെല്ലാവരും അണ്ടർലൈൻ ചെയ്യണം. കാരണം കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി കാണുന്നത് ആരെയാണ്? ശരിക്കും നമ്മൾ ആരായിട്ടാണ് അവരെ കാണേണ്ടത്? കണ്ടു, മർത്യാവതാര ഇഹ മർത്യശിക്ഷണം രക്ഷോവതായന കേവലം വിഭു. കാണുന്നുണ്ടോ നിങ്ങൾ ശ്ലോകം? എല്ലാവർക്കും കിട്ടിയോ? ഞാൻ ഉറക്കെ ചൊല്ലു എല്ലാവരും ഒന്നുകൂടി. മർത്യാവതാരസ്തിക മർത്യശിക്ഷണം രക്ഷോവതായന കേവലം വിഭു കുതുണ്യതസ്യൽ രമതസ്സ ആത്മന സീതാകൃതാനി വ്യസനാനീശ്വരസ്യ. എന്താ പറയുന്ന? മർത്യാവതാര രൂപത്തിൽ ഇവിടെ ഭൂമിയിൽ അവതരിച്ച അവതാരങ്ങളൊക്കെ ഏത് രൂപത്തിൽ? മർത്യാവതാര രൂപത്തിൽ അവതരിച്ച അവതാരങ്ങളൊക്കെ എന്തിനാ ഭൂമിയിൽ വന്നത്? മർത്യശിക്ഷണം. എന്തിനാണ്? മർത്യരെ ശിക്ഷണം ചെയ്യുക എന്ന് പറയാൻ. ശിക്ഷണം ചെയ്യുക പറഞ്ഞാൽ അവർക്ക് പറയൂ, പഠിപ്പിക്കാനാണ്. അപ്പൊ പഠിപ്പിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ അവതാരങ്ങളും വാസ്തവത്തിൽ ഗുരുക്കന്മാർ. അപ്പൊ നമുക്ക് വഴി കാണിക്കുന്നവരെയാണ് എന്താ പറയാ? ഗുരുക്കന്മാര്. നോക്കൂ, ദൈവങ്ങളല്ല അവരാരും, അവരെല്ലാം ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 1-2 ശ്ലോകങ്ങളൊക്കെ നിങ്ങൾക്കൊരു ബോധ്യത്തിന് വേണ്ടി പറഞ്ഞു തരികയാണേ. നിങ്ങൾ 3യ സ്കന്ധത്തിൽ 12-ാം ശ്ലോകത്തിലേക്ക്, 3യ സ്കന്ധത്തിൽ 12-ാം ശ്ലോകം, 12-ാം അധ്യായം, 12 അല്ല 13 അവിടെയാണ് വരാഹ അവതാരം പറയുന്നത്. അവിടെ 39-ാം ശ്ലോകത്തിലേക്ക്, 39. ഇത് വരാഹത്തെ സ്തുതിക്കുന്ന ശ്ലോകമാണ്. നമോ നമസ്തേ കില മന്ത്രദേവത ദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനെ വൈരാഗ്യഭക്ത്യാജയാനുഭാവിത ജ്ഞാനായ വിദ്യ ഗുരവേ നമോ നമ. ആരായിട്ടാ കാണുന്നത്? ഗുരുവായിട്ട്. ഇതുപോലെ 7-ാം സ്കന്ധത്തിന്റെ 15-ാം അധ്യായത്തിലെ ഒടുവിലത്തെ വരി. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. അതായത് ഫസ്റ്റ് വോള്യത്തിന്റെ ലാസ്റ്റ് പേജ്, ഫസ്റ്റ് വോള്യം ബുക്കിന്റെ ഫസ്റ്റ് പാർട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിന്റെ ലാസ്റ്റ് പേജ് 76-ാം ശ്ലോകം. സവാ അയം ബ്രഹ്മ മഹത് പ്രമുഖ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയസുഖത്ഭാഗലുമാതുലേയ ആത്മാർക്കണീയോ വിധികൾ കുരുശ. ഇത് നാരദര്, ഞാൻ പറഞ്ഞു, യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ്. കൂടെ നടക്കുന്ന കൃഷ്ണനെ ദൈവമായിട്ടല്ല കാണേണ്ടത്, വിധികത് കുരുശ. ആരായി കാണണം? ഒരു ഗുരുവായി കാണണം. അപ്പൊ നമ്മളോടും നാരദരെന്താ പറയാ? കൃഷ്ണനെ എങ്ങനെ കാണണം? ശിവനെ എങ്ങനെ കാണണം? അപ്പൊ നമ്മുടെ മുന്നിലുള്ളതൊന്നും ദൈവങ്ങളല്ല, നമ്മുടെ മുന്നിലുള്ളതൊക്കെ ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാർ ചൂണ്ടുകയാണ് നമ്മുടെ മുന്നിലേക്ക്. തും തത് അസി, നീ അതാകുന്നു. അതാണല്ലോ എവിടെ എഴുതി വെച്ചത്? ശബരിമലയില്. അതേത് ഉപനിഷത്തെന്നാണ് അറിയോ നിങ്ങക്ക്? ഏത് ഉപനിഷത്തിലെ വാക്യാണെന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ? മുണ്ടകോപനിഷത്തല്ല, ചാന്തോക്യോപനിഷത്ത്. എവിടെയാണ്? ഒരച്ഛൻ മകൻ ഉപദേശിക്കുന്നതാണ്. ശ്വേതകേതു എന്ന മകന് അച്ഛൻ ഉദ്ദാലകൻ ഉപദേശിക്കുന്ന മന്ത്രമാണ് തത്വമസി. അതാണ് ശബരിമലയില് ഒരു വേദവാക്യമായി എഴുതി വെച്ച് ത്വം തത് അസി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്താ അർത്ഥം? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നീ അതാകുന്നു എന്നാണ് ഇതിന്റെ സ്ഥൂലാർത്ഥം. എന്നാൽ അതല്ല അതിനർത്ഥം. നീ അതിലാകുന്നു. ഏതിൽ? അളക്കാൻ പറ്റാത്ത ഒരു അനന്ത ബോധത്തിലാണ് നീ. എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ കാർമേഘം കാണണം. കാർമേഘം മുകളിൽ കാണുന്നില്ലേ? കാണുന്നുണ്ടോ ഇല്ലയോ? ഈ കാർമേഘം ഇരിക്കുന്നത് അന്തരീക്ഷത്തിലാണ്, ആകാശത്തിലാണ് വെക്കുക. ആകാശം അന്തരീക്ഷം എന്തായാലും അല്ലേ? ആകാശത്തിലല്ലേ? ആണോ? നമ്മൾ ആ ആകാശത്തിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ കാർമേഘം എന്ന് പറയുന്നത് ആകാശത്തിന്റെ ഒരു, ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോയാൽ ഈ കാർമേഘം ഉണ്ടോ? ഉണ്ടാവണമെന്നുണ്ടോ? ഇത്രയും നമ്മുടെ ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന കാർമേഘത്തിന്റെ കട്ടി അവിടെ ഉണ്ടാവണമെന്നുണ്ടോ? ഒരുപക്ഷെ നോർത്തിലേക്ക് പോയാൽ ഉണ്ടാവണമെന്നുണ്ടോ? തീർത്തും കാർമേഘം ഇല്ലാത്തതായ, എന്ന് വെച്ചാൽ കാർമേഘം ഇല്ലാത്ത അന്തരീക്ഷം ഉണ്ടാവില്ല. എന്നാലും നമുക്ക്
ഇത്ര കട്ടി കൂടിയ കാർമേഘമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാവില്ലേ? അപ്പൊ ഈ കാർമേഘം എന്ന് പറയുന്നത് അനന്തമായ ആകാശത്തിന്റെ അവർക്ക് പറയൂ ഒരു ഭാഗം. പക്ഷെ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ അങ്ങോട്ട് കാർമേഘം മൂടിക്കെട്ടിക്കിടക്കണം. ഇതുപോലെയാണ് നാം ഓരോരുത്തരും. അനന്തമായ ബോധത്തിലുള്ള ഒരു ചിന്ത മാത്രമാണ് നമ്മളെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ആ ചിന്തകൾക്കുള്ളിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് നാം അനന്തമായ ബോധത്തെ കൂടെ വന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ല. നമ്മൾ ഈ ചെറിയൊരു ഇട്ടാവട്ടത്തിൽപ്പെട്ട് കറങ്ങിക്കിടക്കാൻ ഈ ചിന്തകളിൽ, ഞാൻ പറഞ്ഞില്ലേ 4 സ്റ്റേഷനിലാണ് നമ്മൾ ഓടുന്നത്. ഏതൊക്കെ? മനോ, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിൻ്റെ ഉള്ളിൽപ്പെട്ട് നമ്മളെങ്ങനെ കറങ്ങാണ്? ഒരു കൂട്ടിൽപ്പെട്ട എലിയെ പോലെ. അതിനപ്പുറത്തേക്ക് രക്ഷപ്പെടാൻ അതിന് വഴി ഉണ്ടെന്നതിന് അറിയുന്നില്ല. ഇതുപോലെ മനസ്സ് കടന്ന, മനസ്സും ബുദ്ധിയിലും ചിത്തത്തിലും അഹങ്കാരത്തിലും കടന്ന് ഇതാണ് ജീവിതമെന്ന് കരുതി കറങ്ങി 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 തന്റെ മഹത്വവും തന്റെ ശ്രേഷ്ഠതയും ഒട്ടും അറിയുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് കൂടുതൽ പഠിക്കണ്ടേ? അതുകൊണ്ട് ഗുരുക്കന്മാരൊക്കെ നമ്മളെ മനസ്സിന്റെ പരിമിതിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ, പുറത്തേക്ക് എടുത്തിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. അപ്പൊ ഈ നാമജപങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിന്റെ പരിമിതിയിൽ നിന്നും, മനസ്സിന്റെ പരിധിക്കുള്ളിൽ നിന്നും നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അനന്തമജ്ഞാനം അവർണ്ണനീയം. ഇത്രയും നമ്മൾ മനസ്സിലാവും. എന്തൊരു അത്ഭുതമാണ്! മനസ്സിലായില്ലേ? അവിടെയാണ് സത്യം ശിവം സുന്ദരം. സത്യവും ശിവവും സുന്ദരവുമായ മഹത്തരമാർന്ന ഒരു ചൈതന്യത്തെ, മഹത്വത്തെ നമ്മൾ നേരിൽ കാണുന്നത്. അപ്പൊ അത്രയും വൈഭവം എവിടെയുണ്ട്? അതാണ് നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞ ആഴണം വാഴണം നിൻ മഹസ്സാമാഴി. ആഴണം, അങ്ങോട്ട് പോകണം. അവിടെ ഇരുന്നോണ്ട് കാര്യമില്ല. എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ അതിലേക്ക് ഉയരണം. മനസ്സിലായില്ലേ? ഉത്തിഷ്ഠതാ ജാഗ്രത. കൃഷ്ണൻ പറയും ഉദ്ധരേത് ആത്മനാത്മാനം. നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് ആ പരിധിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കും. ഇത്രയും മതി. ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിതം ധന്യമാക്കാൻ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയില്ല. അത് നോക്കൂ, ഇവിടെ ഈ ഒരു മഹത്തരമാർന്ന ക്ഷേത്ര സന്നിധിയിൽ, അതും നല്ല ഈ ചില പുരാതന ആർക്കിടെക്ചറൽ രീതിയിൽ അല്ലെ കെട്ടിപ്പണിതിരിക്കുന്ന ക്ഷേത്ര സന്നിധിയിൽ, അതും ഏറ്റവും പവിത്രമായ മാസമായ വൈശാഖ മാസത്തിൽ ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കാൻ